എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ട്രാക്കിൽ എത്തിയിരിക്കുന്നു. ആ പോക്ക് ഒന്ന് പോയി തൃശ്ശൂർ വഴി ഇങ്ങനെ പോയി ഊട്ടി വഴിയൊക്കെ പോയി തിരിച്ചു വന്നതിന്റെ ആ തെളിച്ചൊക്കെ കുറച്ച് നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ എന്നെ കാണുമ്പോ ഓക്കെ ഒറിജിനാലിറ്റി തോന്നുന്നില്ല. ഇതാണ് എന്റെ ഒറിജിനാലിറ്റി കേട്ടോ. ഒക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വൈബൊക്കെ തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് അധികം ക്ലാസ് എടുക്കാൻ സാധിക്കായിരുന്നു. കാരണം അവിടെ സെറ്റപ്പ് ആയിട്ടില്ല. അത് എനിവേ സന്തോഷം. താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വളരെ നല്ലൊരു സബ്ജക്റ്റ് സംസാരിക്കാം. ഇന്ന് എന്താ പറയാ, തിരിച്ച് ഇവിടെ എത്തിയപ്പോഴുള്ള എല്ലാ സന്തോഷവും ഉണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയം ഞാൻ ഇത് പലവട്ടം പറഞ്ഞതാണ്. തുടങ്ങുന്നതിന് മുമ്പ്, ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, നിങ്ങൾ തയ്യാറായിരിക്കുക. അത് നമുക്ക് ക്യാപ്സൂൾ തരുന്നതിന് മുമ്പ് കുറച്ച് നിങ്ങളൊന്ന് മയപ്പെടുത്തി, ഒന്ന് ലഘൂകരിച്ച് അല്ലെ, ഒന്ന് മയപ്പെടുത്തി സമയത്തോട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനും സംസാരിക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അനുഭവങ്ങൾ പറയാനുള്ള. ഇന്നലെ ഞാൻ രസമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ തിരിച്ച് ഉച്ചയ്ക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് രാധികയും ഫാമിലിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പലർക്കും റിസൾട്ടുകൾ പല രീതിയിലാണ് വരുന്നത്. പല രീതിയിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ചില ആൾക്കാർ ഇങ്ങനെ എന്റെ മനസ്സിൽ ചിലപ്പോൾ ആലോചിച്ചു, ഇവർക്ക് റിസൾട്ട് വരണമല്ലോ, നല്ല ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ചില ആൾക്കാർ കൂടെയുണ്ട്. അതില് ചില ആൾക്കാർ നമ്മൾ അപ്പൊ തന്നെ പറയും, ഇല്ല ഇവർക്ക് റിസൾട്ട് വരാൻ സാധ്യത കുറച്ചും കൂടി മൈൻഡ് റിലീസ് ചെയ്യാനുണ്ട് എന്നൊക്കെ. അതിനിടയിൽ പെട്ട ഒരാളെ ഇന്നലെ ഞാൻ ഇങ്ങനെ വരുന്നതിനിടയിൽ ആലോചിച്ചു കഴിഞ്ഞു, നാളെ എങ്ങാനും അവർക്ക് റിസൾട്ട് വരേണ്ടതാണ്. കാരണം അങ്ങനെയായിരുന്നു അവര് അഫർമേഷനൊക്കെ പ്രാക്ടീസും ആത്മാർത്ഥതയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി വന്ന് രാത്രി അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തപ്പോൾ ആദ്യം വന്ന മെസ്സേജ്, ഞാൻ ആരെയാണോ അവിടുന്ന് കയറുന്നതിന് മുമ്പ് വിചാരിച്ചത് ഇവർക്ക് റിസൾട്ട് ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചത്, അതേ ആളുടെ മെസ്സേജ് എനിക്ക് പ്രസീത ഫോർവേഡ് ചെയ്തായിരുന്നു ആദ്യം. ആദ്യം ആ പ്രസീതയുടെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് പറഞ്ഞു, അവർക്ക് റിസൾട്ട് വന്നല്ലോ എന്ന്. തൊട്ടടുത്ത് ആ അതേ പ്രസീതക്ക് അയച്ച മെസ്സേജ് അല്ല, മറ്റൊരു മെസ്സേജ് എനിക്ക് അവർ പേഴ്സണലായിട്ടും അയച്ചു. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ തിരിച്ചിങ്ങനെ അത് കേട്ടോണ്ട് ഞാൻ അങ്ങനെ അപ്പൊ ഹെഡ്ഫോൺ ഉപയോഗിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് അത് കേട്ടോണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ആ വോയിസ് കേട്ടിട്ട് എന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ആൾക്കാർ ഫ്ലൈറ്റിൽ വരുന്ന കണ്ണൂർ തോന്നുന്ന മലയാളീസ് ഉണ്ടാവല്ലോ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ ചുറ്റി നോക്കിട്ട്, എന്താ ഈ പറയണേ, ഇതിനകത്ത് കേൾക്കുന്ന സംഭവം എന്താണ് ഈ വാട്സപ്പ് വോയിസ്. ഞാൻ അവരൊന്നും നോക്കി ചിരിച്ചിട്ട് പോയി. അപ്പൊ ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ അല്ലേ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു വന്നപ്പോ താഴെ നമ്പർ 188. വളരെ സന്തോഷം. എന്താ പറയാ, എങ്ങനെ റിസൾട്ടുകൾ നമ്മുടെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നതോടാണ് നമ്മൾക്കൊരു ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു എന്താ പറയാ, അതിൽ ഏതോ ഒരു ദൈവീകത ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും വീണ്ടും നമ്മൾ അറിയാതെ പ്രപഞ്ച സത്യങ്ങളോട് ഒന്നുകൂടി തല താഴ്ത്തി ഒന്നുകൂടി എന്താ പറയാ, ആത്മാർത്ഥമായി വീണ്ടും നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കും. സറണ്ടർ ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്യാപ്ഷൻ ഇങ്ങനെ തന്നെ ഇട്ടത്, നമ്മൾ പറയുന്നത് വ്യക്തമായി ആണെങ്കിൽ പ്രപഞ്ചം അത് കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നോട് പറയുന്ന കാര്യങ്ങളും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഞാൻ വരുത്താൻ ശ്രമിക്കാറുണ്ട്. ചിലവർക്ക് നമ്മൾ പറയുന്നത് അവർക്ക് വ്യക്തമാകുന്നില്ല, അത് ഓരോ ആളുടെയും വ്യത്യസ്തമായിരിക്കും. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. എന്നാലും മാക്സിമം സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുന്നവർക്ക്, ആ യൂണിവേഴ്സുമായി അന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നു എന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കാം നമുക്കിവിടെ. സംസാരിക്കാനുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്തു. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ തരാം. ഇന്നിപ്പോ ഇവിടെ സംസാരിക്കാൻ ഒന്ന് രണ്ട് ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്കില്ല, ബാക്കി ലാസ്റ്റ് സംസാരിക്കാം. ഒന്ന് രണ്ട് ആൾക്കാർ അവർ അനുഭവം പറയാനുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ? എന്നാൽ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്, പറഞ്ഞ് സംസാരിച്ചോളൂ. പെട്ടെന്നാവണേ.
സാർ ഞാൻ പറയാം. സതി പന്തളം. പറഞ്ഞോളൂ സതി. സാറേ, എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്നലെ. എനിക്ക് കുറച്ച് ദിവസമായി ഞാൻ സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു ഏട്ടന്റെ മേഖല ബിൽഡിംഗ് കോൺട്രാക്ടർ ആണ്. അപ്പം ഒരു എടുത്ത ഒരാളായിരുന്നു. ഏതാണ്ട് 1 വർഷക്കാലം കൊണ്ട് നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇങ്ങനെ മേഖല ചേട്ടന് സ്വന്തം വർക്ക് കുറഞ്ഞു വന്നായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഒരു 6 മാസമായിട്ട് കംപ്ലീറ്റ് വർക്ക് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ചേച്ചിയാണ് എനിക്കിത് അയച്ചു തന്നത്. ഞാൻ സാറിന്റെ യൂട്യൂബ് കുറെ കണ്ടു. അതിനുശേഷമാണ് ഇങ്ങനെ കയറി. ഞാൻ അന്ന് ജനുവരിയോ മാർച്ച് 3-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ, എന്റെ പ്രപഞ്ച ശക്തിയെ വിളിച്ചു, സാറിനെ വിശ്വസിച്ചു ഞാൻ കൂടെ നിന്നു. ഈ കഴിഞ്ഞ ദിവസം സാറിനോട് പറയും, തീരെ നമ്മൾക്കൊരു ഇതിലേക്ക് പോയി, വീട് തന്നെ ഒരു ശോകമുഖമാകുന്ന രൂപത്തിലേക്ക് പോയി. ശമ്പളം 10-15,000 രൂപ, എനിക്ക് കിട്ടുന്ന 12,000 രൂപ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ സാറിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിങ്കളാഴ്ചത്തെ ആഫർമേഷൻ, നമ്മുടെ മെഡിറ്റേഷൻ, രാവിലത്തെ മെഡിറ്റേഷനിൽ വെച്ച് ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു, സാറ് എനിക്കൊരു ചെറിയ വിഷയമുണ്ട്, എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, ഞാൻ വരുന്ന വിളിക്കുന്നു, നാളെ വിളിക്കുന്നു, നാളെ വാന്ന് പറഞ്ഞിട്ട് വൈകിട്ടാകുമ്പോ വിളിച്ചിട്ട് പറയുന്നു വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് പറഞ്ഞു, പ്രസിദ്ധ മാമിനെ ഒന്ന് വിളി, മീറ്റിംഗ് ഇത് കഴിഞ്ഞാൽ ഉടനെ പ്രസിദ്ധ മാമിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ ആരംഭിച്ചു. മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സാറ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്നൊരു 3 അഫർമേഷൻ എഴുതിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് എന്റെ ഫോൺ അങ്ങ് ഗ്രൂപ്പിലേക്ക് എല്ലാം ടെക്ക് ചെയ്ത് അയച്ചു. ഞാൻ 21 പ്രാവശ്യം ഞാനും ചേട്ടൂരിന്ന് വന്ന കല്ല് ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഒരേ കല്ലെടുത്ത് എന്ത് വിഷയം ഉണ്ടായാലും അത് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു. സാർ എന്നോട് തിങ്കളാഴ്ച രാവിലെ പറയുന്നു, വിഷമിക്കണ്ട, ബുധനാഴ്ച രാവിലെ മനോഹരൻ പൊക്കോളും, പണിക്ക് പൊക്കോളും എന്ന് പറഞ്ഞു. സാർ എന്താണ് എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 4 മണിയായപ്പോ ഒരു എഞ്ചിനീയർ വിളിക്കുന്നു, ചേട്ടാ ഒരു വർക്കുണ്ട്, അത്യാവശ്യമായിട്ട് നാളെ 7 മണിക്ക് പിന്നെ കുറ്റി അടിക്കണം, 12 മണിക്ക് നമുക്ക് കല്ലിടണമെന്ന് പറഞ്ഞു. ഇന്ന് ബുധനാഴ്ചയാണ്. രാവിലെ ഏട്ടൻ പോയി കല്ല് വിട്ടു, കുറ്റി അടിച്ച് പണി സെറ്റപ്പായി നമുക്ക് തന്നു. സാറിനോട് പറയാൻ പിന്നൊരു എഞ്ചിനീയർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു തേപ്പ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 റിസൾട്ട് തന്നെ സാറിനോട് പറയാൻ എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച്. എന്ത് ചെയ്യണം? പ്രപഞ്ച ശക്തിയോടും സാറിനോടും സാറിന്റെ കുടുംബത്തോടും നമ്മുടെ ഹാപ്പിനെസ് മെഡിറ്റേഷനോടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാൻ അതീവ സന്തോഷത്തെയാണ് ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയതും ഇന്ന് രാവിലെ എഴുന്നേറ്റ് സാറിനോട് എപ്പോഴും ക്ലാസ് സാറിന്റെ ലിങ്ക് ഇടുന്നോ എനിക്കിത് പറയണം, എനിക്ക് സാറിനെ നേരിട്ട് കണ്ട് പറയണം എന്നുള്ളൊരു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലിങ്ക് കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും എന്റെ സാർ ദൈവമാണ്, ഹാപ്പിനെസ് മെഡിറ്റേഷൻ ദൈവമാണ്, പ്രപഞ്ച ശക്തി എന്റെ ദൈവമാണ്. ദൈവം എന്നൊക്കെ പറയല്ലേ? തീർച്ചയായിട്ടും സാർ അത്ഭുതമാണ് സാർ. അതാണ് മിറാക്കിൾ. കാരണം ബുധനാഴ്ച മനോഹരം പോകും, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ബുധനാഴ്ച രാവിലെ, ഇന്ന് രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി, 7 മണിക്ക് വീട്ടിൽ നിന്ന്. അതാണ് മിറാക്കിൾ എന്ന് പറയുന്നത്, അതാണ് ദൈവം. താങ്ക് യു വെരി മച്ച്. നിങ്ങളിൽ അത് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. നിങ്ങളില് അത് മനോഹരിൽ അത് അവിടെ സംഭവിച്ച് കാണിക്കണമെന്നും ഞാൻ ഒരു ആത്മാർത്ഥ ആഗ്രഹിച്ചിരുന്നു. കാരണം എത്രത്തോളം അത് കണക്റ്റായി വന്നു എന്നറിയില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് കണ്ടാൽ മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് ഇന്നലെ എനിക്ക് കേട്ടപ്പോഴും എനിക്കും സന്തോഷമായി. കാരണം വെച്ചാല് ബുധനാഴ്ച പോവാന്ന് പറഞ്ഞു പോവാൻ പറ്റി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇവിടെ സംഭവിച്ചൊരു കാര്യം ഇത് സതി കേട്ടില്ലായിരുന്നു. നമ്മള് ഈ കാര്യം സതി ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊന്നും സതിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ എല്ലാം വിറ്റ്നസ് ആയിട്ട് നിന്നു, എല്ലാവരും കണ്ടിരുന്നു അല്ലേ? എല്ലാവരും വിറ്റ്നസ് ആയി നിന്നു, എല്ലാവരും വിറ്റ്നസ് ആയി. ഞങ്ങൾ കുറെ സമയം കാത്തു നിന്നു ബാക്കി പറഞ്ഞു തരാനായിട്ട്. ഒരു രക്ഷയില്ല, തിരിച്ച് കണക്ട് ആയിട്ടേ ഇല്ലായിരുന്നു. അപ്പോഴും ഞാനിവിടെ പറഞ്ഞു എല്ലാവരോടും, അത് കണക്റ്റും വരാൻ നോക്കൂ, ഒരു പരീക്ഷണം നടത്തി നോക്കൂ, എന്നാലും നമ്മൾ വിടാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞാണ് സാറിന്റെ ക്ഷമ നോക്കൂ, എത്ര സമയം കാത്തിരുന്നിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക്
ഒന്നുമില്ല. ആ സമയം കണക്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അപ്പോഴും ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്യാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അവർക്ക് അത് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നു. ഇവിടെ എല്ലാവരും ലൈവ് കണ്ടതാണ് അല്ലെ? അത് പിറ്റത്തെ ഞാൻ ക്ലാസ് നമ്മൾ പിന്നെ പറഞ്ഞത്. ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എനിക്ക് വിഷമം, കരയണമെന്നുണ്ട്. അപ്പോഴും സാർ കരയരുതെന്നൊരു വാക്കിനോട് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ കരയാൻ, എന്നിട്ട് മകളൂടെ വന്ന് ഇങ്ങനെ ശ്രമിക്കുവാണ്. എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. പിന്നെ സാറിന്റെ ഒരു എല്ലാ അഫ്രിമേഷനും നമ്മൾ 3-ാം തീയതി തൊട്ട് തന്നിട്ടുള്ള അഫ്രിമേഷൻ മൊത്തം ഞാൻ ഒരു ദിവസം ചെയ്യും. രാത്രി 12 മണി കഴിയാതെ ഞാൻ ഉറങ്ങില്ല സാറിനോട് പറയാൻ. വെളുപ്പിനെ 5 മണിക്ക് ഞാൻ അലാറം വെച്ചിട്ട് നോക്കിയിരിക്കും സാറിനോട് പറയാൻ മെഡിറ്റേഷൻ വരെ. തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിപ്പം 3 നിങ്ങളിവിടെ ദിവസത്തെ ധ്യാനത്തിന്റേതും ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ ഇന്നലെ പൈസ ക്യാഷ് അടച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പറഞ്ഞതാണ് അത് വർക്ക് ചെയ്യാൻ സമയമായി. അതിന്റെ ഒരു ടൈമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ആ മെഡിറ്റേഷനിൽ വീണ്ടും അത് സംസാരിക്കുന്നത്. ലൈവ് ക്ലാസ്സിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഏതായാലും അതെ ആ അതെ നല്ല കാര്യം ഇവിടെ നടന്നല്ലോ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാം മറക്കരുത്. പ്രാക്ടീസ് മറക്കരുത്. മുമ്പോട്ട് പോവുക. നല്ല മാറ്റം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഡെലി മാം സംസാരിച്ചോ? സർ, മനുവിന്റെ വിസ വന്നു. വിസ വന്നോ? ആ വിസ വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മെഡിക്കൽ പൂർത്തിയായി. അതാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം പിന്നെ ഇടാൻ പറ്റാതായത്. ഇതിന്റെ പുറകെ ഓടുമായിരുന്നു. PFS മെഡിക്കല് അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു. എല്ലാം സക്സസ് ആയി. ഇനി ടിക്കറ്റ് എടുത്താൽ മതി. വെരി ഗുഡ്, വെരി എല്ലാം ഗുഡ്. റെഡിയായി സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ജോബ് മെഡിറ്റേഷൻ നിന്ന് മെഡിറ്റേഷൻ കഴിയുമ്പോഴേക്ക് തന്നെ ജോബ് ശരിയാളല്ലേ? ഓഫർ ലെറ്റർ രാത്രി കഴിഞ്ഞു, നേരം വെളുത്തപ്പോ ഓഫർ ലെറ്റർ വന്നു. ഓപ്പൺ ജോബ് മെഡിറ്റേഷൻ ഇപ്പൊ 2 ആഴ്ച വിസയും വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം. ഒരു ബുദ്ധിമുട്ട് VFS ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. അവന്റെ കയ്യിൽ കല്ലുണ്ട്. കല്ലിങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്ന. ഞാൻ അപ്പൊ പറഞ്ഞു കല്ലാണ്. ഡോക്ടർ ചോദിച്ചേ കയ്യിൽ എന്താണ്? അവൻ പറഞ്ഞു കല്ലാണ്. കല്ല് പിടിച്ചു കൊടുത്തു. കല്ലാണ്. കല്ലും പിടിച്ചാ നടക്കും. ഓക്കെ, താങ്ക് യു. കല്ല് കയ്യിൽ തന്നെ ഉണ്ട്, ഉറങ്ങുമ്പോഴും എല്ലാം. കല്ല് തരാം കേട്ടോ. കല്ലിന് ബാക്കിയുള്ളവർ കല്ലിപ്പോ ചോദിച്ചതാക്കണ്ട. കല്ല് വന്നിട്ട് ഹീൽ ചെയ്ത് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. വെറുതെ കല്ല് കിട്ടിയോണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ആരും കല്ല് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. കല്ലിന്റെ ഒരു ടെക്നിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കല്ല് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കല്ല് അയക്കാൻ പറ്റില്ല. കല്ലിന് കുറച്ച് സമയം കൂടി വേണം. അത് കഴിഞ്ഞിട്ട് കല്ല് മേടിച്ചാൽ മതി. ധൃതി കൂട്ടണ്ട. സമയമാകും. അതിനെല്ലാത്തിനും സമയമുണ്ട്. ഓക്കെ, ലതാംബികമ്മ എന്താ പറയാനുള്ള പറഞ്ഞു? ഓക്കെ, റേഞ്ച് ശരിയില്ല. അടുത്ത ആൾ പറഞ്ഞു. ഗീതാ വിജയം പെട്ടെന്ന് പറഞ്ഞു. പിന്നെ സംസാരിക്കാം. ലാസ്റ്റ് സംസാരിക്കാം. ഗീതാ വിജയം പെട്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് മോളെ ജോലിക്കാര്യം പറഞ്ഞു. ചെറിയ മോളെ ജോലിയുടെ കാര്യം. പറഞ്ഞോളൂ. അത് 3 വർഷം മുന്നേ നമുക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി സാർ. നിങ്ങൾ എന്നോടാണോ സംസാരിക്കുന്നത്? അവിടെ എന്തെങ്കിലും സംസാരിക്കുകയാണോ? അല്ല, സാറിനോടല്ലോ. അന്ന് കുറച്ച് ഒച്ച കൂട്ടി പറ. അത് 3 വർഷം മുന്നേ നമുക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി സാർ. സാർ കേൾക്കുന്നുണ്ടോ? ജോബിന് പോയി നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നോ? എന്താണ്? ജോബിന് പോയി അതിന് കയറാൻ കഴിയുന്നില്ല സാർ. ജോബിന് പോയപ്പോ ഒരു മോശം അനുഭവം ഉണ്ടായി. അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. സാറിന്റെ ഒരു കൗൺസിലിംഗ് കിട്ടാം. അങ്ങനെയാണോ? നേരിട്ട് സംസാരിക്കാനാണോ? അതൊന്ന് പ്രസീത വിളിച്ചോ? അല്ല സാർ, ഇനി മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. പബ്ലിക്കിൽ ഇപ്പൊ അങ്ങനത്തെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അല്ല സാറിനോട് അല്ല, സാധാരണ ഇല്ല ഒരു കാര്യം തന്നെ.
അത് അവള് കൗൺസിലിംഗിനൊന്നും സമ്മതിക്കുന്നില്ല സർ. അത് എന്നാ സാറ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, വ്യക്തമാകുന്നില്ല. സാർ ഇപ്പം കേൾക്കുന്നുണ്ടോ? മോൾക്ക് സുഖമില്ലെന്നാണോ നിങ്ങൾ പറയണത്? ആ. അതിനാണ് നിങ്ങൾ വളച്ചു കെട്ടി മോൾക്ക് സുഖമില്ല, ഒന്ന് കൗൺസിലിംഗ് വേണമെന്നാണോ ചോദിക്കുന്നത്? അതെ. അങ്ങനെ പറഞ്ഞാ പോരെ, മറ്റതെല്ലാം പറഞ്ഞു വളച്ചു കെട്ടിക്കൊണ്ടിരുന്നതിനാ? അല്ല സാർ, അത് റീസൺ, ആ റീസൺ എന്താണോ അത് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത്. അതെ. മറ്റുള്ള പബ്ലിക്കിൽ ഇതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. എവിടെ എന്ത് എങ്ങനെ പറയണമെന്ന് ആദ്യം തിരിച്ചറിയണേ. അത് പ്രത്യേകമുള്ള കാര്യമാണ്. നമുക്ക് അത് പറഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞാൽ മതിയല്ലോ. അത് മതി. പക്ഷെ ഓക്കെ, ഏതായാലും പ്രസീത ഒന്ന് വിളിച്ചിട്ട് ടൈം സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം, സംസാരിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വോയിസ് മെസ്സേജ് പ്രസീതക്ക് അയച്ചു കൊടുത്താൽ അവൾ എനിക്ക് അയച്ചു തരും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി. ഓക്കെ, ശരി ശരി എന്നാ. അപ്പൊ ബാക്കി വേറെ ആരില്ലല്ലോ? ഓക്കെ, then we'll go for class. ഹലോ സാർ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഹലോ സാർ. സംസാരിച്ചു. സാർ സുധയാണ് സാർ. എനിക്ക് കയ്യിന് ഒരു തരിപ്പുണ്ടായിരുന്നേ. കുറെ കാലങ്ങളായിട്ട് ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ 2-3 ദിവസം മുമ്പ് സാർ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം IR5 സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ 11 പ്രാവശ്യം എഴുതി. പിന്നെ അത് സാറ് സ്പീഡായിട്ട് പറയാൻ പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ഹോമിയോ മരുന്ന് 2 ദിവസമായിട്ട് കഴിക്കാറില്ല. പിന്നെ കയ്യിൻ്റെ തരിപ്പ്, ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു, അതെല്ലാം മാറി സാർ. അതൊരു ഭയങ്കര വല്ലാത്തൊരു മിറാക്കിളായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇച്ചിരി ഒരു ചുമ 2 ദിവസമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് മാറി മാറി വരുന്നുണ്ട് സാർ. നന്ന് എനിക്കത് സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് മറ്റന്നാളത്തെ ക്ലാസ്സിൽ കയറണം നല്ല ആഗ്രഹമുണ്ട് സാർ. ഒന്ന് പ്രാർത്ഥിക്കണം, കയറണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. 2-3 ദിവസമായിട്ട് ഇതേ എഴുതലും പറച്ചിലും അത് തന്നെ ആയതുകൊണ്ട് മരുന്ന് കംപ്ലീറ്റ് നിർത്തിയിരിക്കും ഞാൻ. ഓക്കെ സാർ, താങ്ക് യു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതിപ്പോ ഇപ്പൊ പറയുന്നില്ല. ഒരു ദിവസം ഞാൻ വിശദമായി ക്ലാസ് എടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ. ഞാൻ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അസുഖത്തിന്റെ 90% എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ട്. ഇപ്പൊ പറഞ്ഞ അഫർമേഷൻസ് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അതിനൊക്കെ പോയി നോക്കി കേട്ടോളൂ. IR5 സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു വീഡിയോ ആയിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബിൽ കാണും കേട്ടോ, അതിൽ കയറി നോക്കിയാൽ. ഓക്കെ സാർ. താങ്ക് യു. ഇനി ആരുമില്ലല്ലോ? ക്ലാസ് കിടക്കട്ടെ. വത്സല പറഞ്ഞോ. ഞാന് തൃശ്ശൂര് വന്നിട്ട് അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്ത വീട്ടില് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാന് എല്ലാവരും ധനത്തിനെ കുറിച്ചിട്ടാകും മെഡിറ്റേഷന്റെ ഇതിന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ എന്റെ അപ്പോഴത്തെ വീട്ടിലത്തെ ഒരു അവസ്ഥ മാറി കിട്ടാനായിരുന്നു. അത് ഇവിടെ വന്ന് അഫർമേഷൻ ചെയ്തൊരു 7-ാം ദിവസം തന്നെ, 6-ാം ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോ ആക്കി വല്ലാത്ത സന്തോഷായി. പിന്നെ ഇപ്പൊ ഇന്നൊരു ഇതുണ്ടായി. ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ അംഗൻവാടിയിൽ വെള്ളം കിട്ടാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇന്നലെയൊക്കെ ഞാന് മെഡിറ്റേഷന് ഇരുന്ന സമയത്ത് അത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം വന്ന് കിട്ടണേനോ. ഇന്ന് പൈപ്പില് വെള്ളം വന്ന്, ജലനിധി മിഷന്റെ വെള്ളം പൈപ്പിൽ വന്നു. അപ്പൊ അത് നല്ലൊരു സന്തോഷമായി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നെറ്റിപ്പട്ടത്തിന്റെ അത് ശരിയായി. അതിപ്പോ ശരി, ഇനി അത് തുടർന്ന് അങ്ങനെ പോണം എന്നുള്ളൊരു പ്രാർത്ഥന. നെറ്റിപ്പട്ടത്തിന്റെ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനുഗ്രഹം. അപ്പൊ തൃശ്ശൂര് പോയി, ഇപ്പൊ ഞങ്ങള് വ്യാഴാഴ്ച പോയത് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് പെസയ വ്യാഴായ കാരണം അവിടെ ഒന്നും കട ഉണ്ടായില്ലേ. അപ്പൊ നേരെ ഗുരുവായൂർക്ക് തന്നെ വിട്ടു. അവിടെ ചെന്നപ്പോ സാധനം കിട്ടി, കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി തുടങ്ങാൻ ഞാൻ മെയ് 1-ാം തീയതി തുടങ്ങാനായിരുന്നു അഫർമേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള ഞാൻ ബുക്കില് സാറിന്റെ അടുത്ത് പറഞ്ഞ് സാറ് അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. നെറ്റിപ്പട്ടുണ്ടാക്കാനുള്ള പരിപാടി അല്ലേ? അപ്പൊ അത് സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 1-ാം തീയതി ആകുമ്പോഴത്തേന് അത് പണി തുടങ്ങണം.
ശരി, അപ്പൊ കേട്ടോ ഇത് കേട്ടോ, കുറെ സന്തോഷം. അനുഭവങ്ങൾ ഇപ്പൊ അങ്ങനെ ശരിയായി വന്നിട്ടുണ്ട്. നല്ല എല്ലാം സന്തോഷമായി. നന്നായി മാറട്ടെ കേട്ടോ, എല്ലാം നന്നായി മാറട്ടെ, എല്ലാം നന്നായി മാറട്ടെ. എന്താണ് ഇത് ഗിരിജ എന്താണ് പറഞ്ഞത് നേരത്തെ? ഞാൻ ഫുൾ കേട്ടില്ല. വോയിസ് എന്താ പറഞ്ഞത്? ഞാൻ ഫുൾ കേട്ടില്ല, ജസ്റ്റ് ഒരു വോയിസ് കണ്ടതേ ഉള്ളൂ. എന്താ പറഞ്ഞതാണോ? സാർ നമസ്കാരം സാർ. എനിക്ക് അതായത് സത്യം പറഞ്ഞ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നു, ഒരു എക്കോ അടിക്കുന്നല്ലോ. എക്കോ അടിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ സാർ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ സാർ. എനിക്ക് ഇന്നലെ എന്താ പറയാ, മോനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ, അതായത് എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ സാറുടെ ഓരോ അഫർമേഷനും എല്ലാം എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. കാരണം ഞാന് മോൻ ബൈക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 2 മാസമായിട്ട് എന്റെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഇത് കുറച്ചൊരു ഇതാണ്, ആ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ സാറോട് ഇടയിൽ പറഞ്ഞിരുന്നു. അപ്പോഴും എന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് സാറുടെ ആ ഒരു അഫർമേഷനും അതുപോലെ തന്നെ അതെല്ലാം ഞാന് പറയുമായിരുന്നു. എന്നാലും എനിക്ക് ആ മോൻ ഇന്നലെ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കാൻ പോലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല, പോയി ഒരു ബൈക്ക് എടുത്ത് വന്നു എന്നുള്ളതാണ്. എനിക്കത് വളരെ എന്താ പറയാ, എങ്ങനെ പറയാന്ന് തന്നെ അറിയില്ല. ഞാൻ കുറെ ഒരു മാസം 1-1.5 മാസത്തിന് മുന്നേ സാറിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ലൈവായിട്ട് കയറിയിരുന്നു. അതിൽ സാറ് മെഡിറ്റേഷന് കൂട്ടിയിട്ട് പോയി അവിടെ ആവശ്യമുള്ള പണം നിങ്ങൾക്ക് എടുത്ത് വെക്കൂ, ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചിട്ട് പോരൂ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ എനിക്ക് ആവശ്യമായിട്ടുള്ള 10 ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്റെ അക്കൗണ്ടിൽ 500 രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്തും എനിക്ക് പിറ്റേ ദിവസം ഒരു 10,000 വേണം, 5,000 വേണം, 1,000 വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണെന്ന് അറിയില്ല എന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്നുള്ളതാണ്. ഇപ്പോഴും ഇന്നും ഞാനത് വിശ്വസിക്കുന്ന ആ ഒരു അഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷനിൽ കിട്ടിയ അതാണ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നത് എന്നുള്ളത്. എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളതാണ് ഇന്നും എന്റെ ഒരു വിശ്വാസം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നടക്കട്ടെ കേട്ടോ. സന്തോഷം, സന്തോഷം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഗിരിജയ്ക്ക്. തുടക്കം മാത്രമാണത്. താങ്ക് യു. ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ബാക്കി ലാസ്റ്റ് പറയാം കേട്ടോ. താങ്ക് യു. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കണമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലാസ്സിലേക്ക് ഇടാം. ഇത് കേട്ടതൊക്കെ അനുഭവങ്ങൾ. ഇനി കേൾക്കാനിരിക്കുന്നതോ? ഇതുവരെ കേട്ടതൊക്കെ അനുഭവങ്ങൾ, കേൾക്കാനിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടേതുമാകാം അല്ലേ? ഇപ്പൊ പറഞ്ഞവരായ മാത്രമല്ലോ, ബാക്കി ഇത്രയും ആൾക്കാർ ഇനി പറയാനുമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്കെല്ലാം പറയാനുള്ള യാഥാർത്ഥ്യങ്ങൾ വരാനിരിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞതോ. അനുഭവങ്ങൾ വരാനിരിക്കുന്നതോ യാഥാർത്ഥ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ എടുത്തോളൂ, ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്തോളൂ, കഴിച്ചോളൂ, തുടങ്ങാം. യെസ്, മിനിയാണെന്ന് മറ്റൊരു കാര്യം പറഞ്ഞ അല്ലേ? ഓക്കെ, മിനി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്ന് കടന്നു കിട്ടാൻ വേണ്ടിയുള്ള സമയമാണ്. എല്ലാവരും ടൈപ്പ് ചെയ്യും. പെട്ടെന്ന്. ചില കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ ചില കർമ്മഫലങ്ങൾ കൂടി ഡൈല്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ചെയ്ത് തന്നെ പോകണം. അല്ലാതെ മിറാക്കിളുകൾ സംഭവിക്കണമെങ്കിലും അവിടെ ഒരു സ്പേസ് വേണം. ആ മിറാക്കിളിന് വരാനുള്ള സാഹചര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതൊന്ന് ശരിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ ഒന്ന് നടക്കും കേട്ടോ. കുറച്ച് സമയത്തിന്റെ സാവകാശം മാത്രമേ ഉള്ളൂ. അത് നടക്കും. മിനിയോടാണ് ഈ പറഞ്ഞത്. ഓക്കെ, യെസ്, പോരട്ടെ. എല്ലാവരും പോരട്ടെ, പെട്ടെന്ന് പോരട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നത്തെ കാര്യം കേൾക്കാൻ. പ്രപഞ്ചം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പ്രപഞ്ചം തയ്യാറായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ചിലർ പറയുന്നത് പ്രപഞ്ചം കേൾക്കുകയും ചിലർ പറയുന്നത് പ്രപഞ്ചം കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളത് തിരിച്ച് ഇതിനെ നിങ്ങൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ലളിതമായി. ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് ചെറിയ ഇതെന്താണെന്ന് അത്ര ഡീപ്പായിട്ട് മനസ്സിലാവില്ല. പക്ഷെ അതിന് നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ പറയുന്ന രൂപത്തിൽ പറയാം.
എല്ലാവരും പറയുന്നത് പ്രപഞ്ചം കേൾക്കുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എന്തേ പ്രപഞ്ചം കേൾക്കാത്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ മറ്റു രൂപത്തിൽ പറഞ്ഞുതരാം. ഈ ഞാൻ പറഞ്ഞത് മാത്രം ഒന്നും നടക്കത്തില്ല, ബാക്കിയെല്ലാം നടക്കുന്നുണ്ടോ, എന്റെ കാര്യം മാത്രം ഒന്നും ശരിയായി നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മാത്രം ഒന്നും ശരിയാവുന്നില്ല സാറേ, ബാക്കിയെല്ലാം ശരിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആണല്ലേ, രണ്ടാമത്തെ അല്ലേ സംഭവിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞപ്പോ എന്നെ കുറ്റപ്പെടുത്താതെ പറഞ്ഞു. രണ്ടും തമ്മിൽ വ്യത്യാസതേ ഉള്ളൂ അല്ലേ? മാറ്റിയെടുത്ത കഥ ഇപ്പൊ നിങ്ങൾ സംഭവിച്ചത് മാറ്റിയെടുത്ത കാര്യം. പൊതുവെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ അത്രയും പറയില്ല. പുറത്തുള്ള ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കാര്യം പോലും നടക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയായിരുന്നു. രണ്ടും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ രണ്ടും പറയുമ്പോൾ ഞാൻ കൊടുത്ത ഇമോഷനാണ് വ്യത്യാസം പറഞ്ഞത്. ഞാൻ ഒന്നിൽ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു, എന്നെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആളെ കുറ്റപ്പെടുത്തി പറഞ്ഞു. മറ്റത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോയി. ഇത് രണ്ടും തമ്മിൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ന് മാത്രം ലളിതമായി മനസ്സിലാക്കി തന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ പറയുന്നത് പ്രപഞ്ചം കേൾക്കുമോ ഇല്ലയോ? ഒന്ന് യെസ് ഓർ നോ. പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവം എന്ന് വിളിക്കാം അല്ലെ? സെയിം ദൈവം എന്ന് പറയുന്നതിന് തന്നെ ആയിരിക്കും അല്ലെ? നമ്മൾ പറയുന്നതെല്ലാം എല്ലാവർക്കും അറിയും, ദൈവം കേൾക്കും അല്ലെ, അല്ലെങ്കിൽ പ്രപഞ്ചം കേൾക്കും അല്ലെ? ഉറപ്പാണല്ലോ അല്ലെ? അല്ലെങ്കിൽ കേട്ടത് നൽകുകയും ചെയ്യും. നമ്മൾ എന്താവശ്യപ്പെട്ടോ അത് നൽകും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നൽകും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാം കേട്ടില്ല സാർ? തൃശ്ശൂർ പ്രോഗ്രാം കേൾക്കാഞ്ഞിട്ടല്ല, അത് ഞാൻ പറയാം, മറ്റു രൂപത്തിൽ പറയാം. നമ്മൾ പറഞ്ഞത് പ്രപഞ്ചം കേൾക്കും എന്നുള്ള സത്യമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ലഭിക്കാത്തത്? അതല്ലേ നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് ചിലത് എനിക്ക് ലഭിക്കുന്നില്ല? യെസ്, അത് തന്നെയാണ് എന്റെ യഥാർത്ഥ അംശം. നമ്മൾ പറഞ്ഞതെല്ലാം കേൾക്കും, പക്ഷെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ലെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിന് അറിയോ? എത്ര പേർക്ക് ഇത് മനസ്സിലാവും? ഞാൻ പറയുന്നത് തന്നെ ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റൂലേ? സൗദാമിനി അത് സമയമൊന്നുമല്ല. സൗദാമിനി പറയുന്നത് ശരിയായാൽ കേൾക്കും. നമ്മൾ പറയുന്നത് തന്നെ അല്ല, വിശ്വാസമൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. നമ്മൾ പറയുന്നത് ശരിക്കും വ്യക്തമല്ല, ക്ലാരിറ്റി ഇല്ല. എനിക്ക് നല്ല ജോലി വേണം, ഇത് പറയില്ലേ? എനിക്ക് നല്ലോണം പൈസ വേണം, എനിക്ക് നല്ലോണം കച്ചവടം വേണം, എനിക്ക് നല്ലോണം ആരോഗ്യം വേണം. ഈ നല്ലോണം എന്ന് പറയുന്നത് 1-ാം ഓണമാണോ, 10-ാം ഓണമാണോ, 6-ാം ഓണമാണോ? എത്രാമത്തെ ഓണായത്? എങ്ങനെ പ്രപഞ്ചം കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? എന്താണ് നൽകേണ്ടത്? ഈ നല്ലോണം പണം എന്താണ് നൽകേണ്ടത്? എന്നെ സംബന്ധിച്ച് 5 കോടി കിട്ടിക്കഴിഞ്ഞാലോ നല്ലോണം പണമാകുന്നില്ല, പണമാകുന്നതേ ഉള്ളൂ. ഇനി 500 രൂപ കയ്യില്ലാത്തവന് നല്ലോണം പണം കിട്ടിയാൽ എത്ര രൂപയാവും? 600 രൂപ കിട്ടിയാലും 1000 രൂപ കിട്ടിയാലും അവന് നല്ലോണം പണമാവും അല്ലേ? 5000 ശമ്പളമുള്ളവന് നല്ലോണം പണം കിട്ടണം എന്ന് പറഞ്ഞാൽ 50,000 കിട്ടിയാൽ അവനെ സംബന്ധിച്ച് നല്ലോണം പണമായി. ഇനി 50,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വാക്കെന്താണ്? നല്ലോണം പണം വേണം. വീണ്ടും വരുന്നല്ലേ? ഇത് എവിടെയാണ്, ഏതാണ് നൽകേണ്ടത്?
പറഞ്ഞു വന്നത് രക്തചുരുക്കം അതാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നതിന്റെ വ്യക്തത ഇല്ലായ്മയാണ് പ്രപഞ്ചത്തിന്റെ കൺഫ്യൂഷൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പറ്റുന്നുണ്ടെങ്കിൽ ദൈവമായി ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും മുമ്പിൽ വന്ന് ആവശ്യപ്പെടുന്നവർ ഏതെങ്കിലും ഒന്ന് വ്യക്തതയില്ല. പലർക്കും ഇപ്പൊ ഇവിടെയൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചത്, ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പൊ തന്നെ നാളെ സാമ്പത്തിക ധ്യാനം നമ്മൾ നാളെ തുടങ്ങുന്നത്, മറ്റൊന്ന് തുടങ്ങുന്നത് അല്ലെ, സാമ്പത്തിക ധ്യാനത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ എന്റെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് നാളെ സാമ്പത്തിക ധ്യാനത്തിൽ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് ചോദിച്ചാൽ, സാറേ അത് നല്ലോണം പണം വേണം, കുറച്ച് പണം വേണം, കാശ് വേണം എന്ന് മാത്രമേ 90% ആൾക്കാരും പറയുള്ളൂ. അല്ലേ? എത്ര പൈസ വേണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ മറുപടി പറയാൻ പറ്റുമോ? എത്ര പേർക്കുണ്ട്? പറയും 1 രൂപ കൊണ്ടുവരാം, സാറ് ചോദിച്ചായിരുന്നു, പിന്നെ 5 കോടി പറഞ്ഞേക്കാം, 1 കോടി പറഞ്ഞേക്കാം എന്ന് പറയുന്നവരുണ്ടാവും. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഭാര്യയോട് വെള്ളം ചോദിച്ചാൽ, ഭാര്യയോട് എന്നല്ല, വീട്ടിലിരിക്കുന്ന ആളോട് വെള്ളം ചോദിച്ചാൽ വെള്ളം കൊണ്ടുതരും, പാല് ചോദിച്ചാൽ പാല് കൊണ്ടുതരും, ജ്യൂസ് ചോദിച്ചാൽ ജ്യൂസ് കൊണ്ടുതരും, എന്തെങ്കിലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുതരും. അതിൽ സംതൃപ്തി അടഞ്ഞോളാം. പിന്നെ ചോദിച്ചാൽ ഇതെന്താ എനിക്ക് ഇതെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയില്ലേ? നിങ്ങൾ വീട്ടിലങ്ങനെ പറയില്ലേ? സ്വാഭാവികമായിട്ട് പറയണ്ടല്ലോ, എല്ലാവർക്കും അനുഭവമല്ലേ. നീ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നേ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ കിട്ടുന്നു. ഒന്നെങ്കിൽ പച്ചവെള്ളം കൊണ്ടുതരും, അല്ലെങ്കിൽ സംഭാരം കൊണ്ടുതരും, അല്ലെങ്കിൽ ചായ കൊണ്ടുതരും, അല്ലെങ്കിൽ ജ്യൂസ് മിക്സ് ചെയ്ത് കൊണ്ടുതരും, എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കൊണ്ടുതരും. അത് കുടിച്ചിട്ട് സംതൃപ്തി അടഞ്ഞോളാം അല്ലേ? അല്ല, നീ എന്തിനാ എനിക്ക് പച്ചവെള്ളം കൊണ്ടു തന്നെ, നീ എന്താ എനിക്ക് ജ്യൂസ് കൊണ്ടുതരാത്തെന്ന് ചോദിച്ചാൽ അപ്പം മറുപടി പറയും, നിങ്ങൾ ചോദിച്ചില്ലല്ലോ. വേണ്ട, ചോദിക്കാൻ വരുന്നില്ല മനുഷ്യ എന്ന് വീട്ടിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നിട്ട് പോലും മനസ്സിലാവുന്നില്ല. പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ വ്യക്തമായി ചോദിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും? എത്ര പേർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴെങ്കിലും? ഞാനത് പറയാനുള്ള പ്രത്യേക യെസ്, വിഷൻ ബോർഡ് വളരെ കൃത്യമായി വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോ. സുനീഷ് ക്ലാസ്സിലൊക്കെ വരുന്നുണ്ടല്ലേ? സുനീഷും ആദ്യം വരുമ്പോ ഇതേ കൺഫ്യൂഷൻ വെച്ച് വന്നതാണ്. പക്ഷെ വളരെ വ്യക്തമായ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത്, നല്ല എക്സലന്റ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ച ഒരാളാണ് സുനീഷ്. achieved one thing. Yes, my surgery completed. Oh, very good, very good. Very good, very good. Thank you, thank you, thank you. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്ന ലക്ഷ്യത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും പിൻവലിയും. ഞാൻ ഇതേ ക്ലാസ് നിങ്ങൾക്ക് ലക്ഷ്യം നിർണ്ണയിക്കൂ ജീവിതം മാറ്റൂ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനും കയറി വരില്ല. കാരണം എന്താ പറയുക, അത് പണിയാണ്. എല്ലാവരും, ഞാൻ പലപ്പോഴും പറഞ്ഞ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒരാളെയും കാണില്ല. പിന്നെ അവിടെ വാ ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലും മനസ്സ് ജേർണി ടു ഹാപ്പിനെസിലും ഒക്കെ ഗോൾ സെറ്റിംഗ്സിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യമുണ്ടാവണം. എന്ത് വേണമെന്ന് ചോദിക്കാൻ പറ്റാത്തവന് ഒന്നും ലഭിക്കില്ല. പണ്ടൊരു കഥയുണ്ട്. ഒരു രാജ്യത്ത് കുറേ വർഷങ്ങളായി മഴയില്ലാതെ കുറേ വർഷങ്ങളായി നിന്ന സമയത്ത് അവിടെ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. രാജാവ് വലിയ യാഗം നടത്താൻ, നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. വലിയ യാഗം, വൈശാലിയിലെ കഥയല്ല കേട്ടോ, അത് പറയണ്ട, അതിലേക്ക് പോകണ്ട. അപ്പോ മറ്റേ പാട്ടൊക്കെ ഓർമ്മ വരും, അതല്ല പറഞ്ഞു, ഇത് വേറെ കഥയാണ്. അങ്ങനെ യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗമൊക്കെ ഗംഭീരമായി നടന്നു. യാഗമൊക്കെ കത്തിപ്പാളുന്ന ചൂടത്ത് തന്നെ യാഗമൊക്കെ നടത്തി. യാഗം കഴിഞ്ഞിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. എല്ലാവരും പറഞ്ഞു ഒരു കാര്യമില്ല കേട്ടോ, വെറുതെയാണ് യാഗം നടത്തിയത്, ഒരു കാര്യമില്ല. എന്നിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഒരു കൊച്ചു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കൊടയും എടുത്തിട്ട് ഈ ചൂടത്ത് കൊടയും പിടിച്ചു പോയി. അപ്പൊ എല്ലാരും പറഞ്ഞു, എന്തുവാടെ ഈ ആരെങ്കിലും ഈ സമയത്ത് കൊട എടുത്തിട്ട് പോകുമോ? എന്തിനാണ് കൊട എടുത്തു പോകുന്നത്? ഇപ്പൊ കൊട എടുത്തു ഒരു മഴയുടെ ഒരു അംശം പോലും എവിടെയും കാണുന്നില്ല, ഒരു മേഘം പോലും എവിടെയും കാണുന്നില്ല, പിന്നെ എന്തിനാ കൊട എടുക്കണേ? അവൻ എല്ലാവരും കളിയാക്കി. അവൻ പറഞ്ഞു കുഴപ്പമില്ല, നടന്നുപോയി. കുറച്ച് മുന്നോട്ടെത്തിയപ്പോ നല്ല മഴ, മഴ വന്നു. ഇവൻ ആ മഴ മുഴുവൻ കൊട പിടിച്ച് ആസ്വദിച്ചു. മറ്റെല്ലാവരും യാഗത്തിൽ നിന്നും മഴ നനഞ്ഞ് ഓടി ഒളിച്ചു. ഇവൻ മാത്രം മഴയെ ആസ്വദിച്ചു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്? അവന് മാത്രം
പറ്റി, മറ്റുള്ളവർക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള മഴ പോലും ആസ്വദിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവൻ മഴ പെയ്യുമെന്ന്, കറക്റ്റ്, താങ്ക് യു. അവൻ മഴ പെയ്യുമെന്ന് വിശ്വസിച്ചു, അവൻ നടന്നുപോയി. അപ്പോൾ പ്രപഞ്ചം പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. ആദ്യം എന്താണ് ഞാൻ പറയുന്നത് അത് വ്യക്തമായി പറയാനുള്ള കഴിവുണ്ടാവണം. അത് വ്യക്തമായി പല ക്ലാസ്സിലും പല രീതിയിലാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന രീതിയിൽ എനിക്ക് ഈ പുസ്തകത്തിന്റെ പേര് അഫർമേഷൻസ് എന്നിടാമായിരുന്നു. ഞാൻ ആദ്യം ഈ പുസ്തകം എഴുതിയപ്പോൾ എന്റെ പേര് അഫർമേഷൻ മലയാളത്തിൽ എന്ന് തന്നെ എഴുതണം എന്നാണ് വിചാരിച്ചിറങ്ങിയത്. ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ടാളോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി, അല്ല ഇതാണല്ലോ ശരിക്കും വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. വ്യക്തമായി പറയാൻ സാധിക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. അതറിയാമോ നിങ്ങൾക്ക്? ഏതൊരാളെയും വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് വ്യക്തമായി പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. നീ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നീ വിജയി ആണോ എന്ന് ചോദിച്ചാൽ ഒരു വിജയി എന്ത് പറയും? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ വിജയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അറിയില്ല. ആണോ അല്ലയോ, അല്ലയോ ആണോ, വ്യക്തതയില്ല അല്ലേ? ഒരു വിജയിയോട് ചോദിച്ചാലോ അവനൊറ്റ വാക്കിൽ ഉത്തരം പറയും, യെസ് ഐ ആം ദാറ്റ്. ഇതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. ഇതാണ് ഏറ്റവും ലളിതമായ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഫർമേഷൻ ഞാനൊരു ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് തന്നെ എഴുതി വെച്ചത്. കാരണം എത്ര തവണ നിങ്ങൾ ഒരു കാര്യത്തെ റിപ്പീറ്റഡ് ആയി പറയുന്നു, എത്ര തവണ ഒരു കാര്യത്തെ നിങ്ങൾ വ്യക്തമായി പറയുന്നു, അത് കൃത്യമായി സംഭവിച്ചിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം പറയാം, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പറയാം. ഞാൻ പൊട്ടനാണ്, ഞാൻ പറയാം. ഞാനല്ല, ഞാൻ വായിച്ചു കളഞ്ഞു, ഞാനല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക് അതായിത്തീരും. പ്രപഞ്ചം അത് കേൾക്കും. വ്യക്തമായി പറയുന്നത് മാത്രമേ പ്രപഞ്ചം കാരണം വ്യക്തമായി പറയുന്നത് മാത്രമേ പ്രപഞ്ചം കേൾക്കൂ എന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് എല്ലാം വ്യക്തമായി എല്ലാം പ്രപഞ്ചം കേൾക്കും. പക്ഷെ നമുക്ക് തിരിച്ചറിയാത്ത പോലെ തന്നെ പ്രപഞ്ചത്തിനും തിരിച്ചറിയില്ല. അപ്പോഴെങ്ങനെ തിരിച്ചു നൽകും? നമുക്ക് ആവശ്യപ്പെടുന്നത് വ്യക്തമായാൽ അത് കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത്. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി സമ്പത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ടാണ് സാമ്പത്തിക ധ്യാനത്തെ മറ്റന്നാൾ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വരുമ്പോൾ 2020 മെഡിറ്റേഷന്റെ വിജയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ചെയ്തവർക്ക് വിജയം എന്താണെന്ന് അറിയാം. അതേപോലെ മറ്റൊരു മെഡിറ്റേഷനാണ് സാമ്പത്തിക ധ്യാനം ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സമ്പത്തിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ടാക്കി അത് നിങ്ങളുടെ ആവശ്യമായി മാറ്റി നിങ്ങളുടെ ഇമോഷനിലേക്ക് അത് കണക്ട് ചെയ്ത് ധ്യാനിപ്പിക്കും. 3 ദിവസത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ചെയ്തു. അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ലിബക്ക് ഇനിയും ആ ചോദ്യത്തിന് ഞാൻ ലിബക്കും അവൾക്ക് മറുപടി പറയില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം പ്രപഞ്ചം കാണിച്ചു തന്നിട്ട് രണ്ടാമത് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ, പാടില്ല. കാരണം നിങ്ങൾക്ക് അറിയാതെ തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു. അതാണ് വർക്ക് ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ. അപ്പൊ പിന്നെ ആ ഒരു ചോദ്യമേ പാടില്ല, ചോദ്യമേ ഉണ്ടാവാനേ പാടില്ല. ആത്മാർത്ഥമായി വിശ്വസിക്കൂ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ സാമ്പത്തിക ധ്യാനത്തിൽ ചെയ്യുന്നത് നമ്മൾ കൃത്യമായ സെറ്റപ്പ് നൽകി കൃത്യമായ വ്യക്തത നടത്തിക്കൊണ്ട് പറഞ്ഞു വരുമ്പോൾ 2222 അല്ലെ, ഇത്രയും പ്രപഞ്ചം വീണ്ടും യൂണിവേഴ്സ് അത് ആ വാക്കിനെ അവിടെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഒരു സെക്കൻഡ്, യെസ്, അത്ര കണ്ട് പവർഫുൾ ആയിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ നിങ്ങൾക്ക് നമ്പറുകളെ പറ്റി നന്നായിട്ട് അറിയാമല്ലോ, ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ട്. യഥാർത്ഥത്തിൽ ഞാൻ സാമ്പത്തിക ധ്യാനത്തിന് 3 ദിവസത്തിൽ 888 രൂപ ഫീസ് നിർണയിച്ചത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനൊരു കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ വെറുതെ അല്ല. എനിക്കത് 500 രൂപ വാങ്ങിക്കായിരുന്നു, 450 രൂപ വാങ്ങിക്കായിരുന്നു, 300 രൂപ വാങ്ങിക്കായിരുന്നു, 600 രൂപ വാങ്ങിക്കായിരുന്നു, ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ 888 എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ മടി കാണിക്കരുത്. അത് വളരെ ഏറ്റവും സമ്പത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ് 3 8കൾ ചേരുക. 888 അബൻഡൻസിന്റെ, സമൃദ്ധിയുടെ, സമ്പത്തിന്റെ നമ്പറാണ്. അതിനേക്കാളും വലിയൊരു ഫീസോ കുറഞ്ഞൊരു ഫീസോ അതിന് ഗുരുദക്ഷിണ വാങ്ങിക്കുന്നത് ഉചിതമേ അല്ല. അത് അത്രയും പവർഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് വ്യക്തമായി ചോദിക്കാൻ റെഡിയായി വന്നോളൂ, തയ്യാറായിക്കോളൂ.
നിങ്ങളുടെ ആ കാര്യം പ്രപഞ്ചം കേൾക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും വേണ്ട. കൃത്യമായി 3 ദിവസം റെഡിയായി വന്നോളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുക. നിത്യവും ഉറങ്ങുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ഞാൻ മറ്റൊരു കോഴ്സ് ഇപ്പോഴും നിങ്ങൾ അമാന്തിച്ച് നിൽക്കുന്നുണ്ട്, ജീവിത വിജയത്തിന്റെ രഹസ്യം പഠിക്കാനായിട്ട്. പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ശരി, വളരെ 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 നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പല കാര്യങ്ങൾ അലൈൻ ചെയ്തും ഞാൻ സർപ്രൈസ് ആയ കാര്യമാണ്. കാരണം എന്താ അറിയോ, നമ്മൾ റിപ്പീറ്റഡ് ആയി പറയാത്ത കാര്യം തലയിൽ കയറുന്നില്ല എന്നുള്ളതിന്റെ എൻ്റെ ഏറ്റവും ഉദാഹരണമായ തെളിവാണ്. ഞാൻ അന്ന് അത്രയും തിരക്കിന്റെ ഇടയിലും തൃശ്ശൂർ പ്രോഗ്രാമിൽ പഠിപ്പിച്ചു തന്നാണ് കല്ല് ടെക്നിക് അല്ലെ. ഒരുപാട് ആൾക്കാർ എല്ലാവരും വാങ്ങിച്ചു പോയിട്ടുണ്ട്. നമ്മള് ലാസ്റ്റ് വളരെ സമയമെടുത്ത് ഓരോ ആളെടുത്തും വന്ന് നിന്നിട്ട് ഞാൻ ചോദിച്ചു, മനസ്സിലായോ 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 എന്ന് എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ചു. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരാള്, അങ്ങനെ ഒരു സാധനം അവര് കേട്ടിട്ട് പോലുമില്ല. ആ 6-7 മണിക്കൂർ നേരം അവിടെ നിന്നിട്ട് എനിക്കൊന്ന് കല്ല് ടെക്നിക്ക് അതിനെപ്പറ്റി പലപ്പോഴും പറയുകയും ചെയ്തു. എന്നിട്ട് അത് പാക്കറ്റുകളൊക്കെ കൊടുത്തു, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ ലക്ഷ്യമൊക്കെ അതിന്റെ ചരടും ഒക്കെ തന്നു. അതൊക്കെ കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് അത് പറ്റിയെ മറന്നുപോയി. ഈ ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി വെച്ചത് ഓർമ്മയുണ്ട്. ഇന്ന് എന്നോട് സംസാരിക്കുമ്പോൾ, സാർ അങ്ങനെ ഒരു ക്ലാസ് പറഞ്ഞു, അങ്ങനെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഓർമ്മ, അതിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനമുണ്ട്. സമ്പത്തിന്റെ ഒറ്റ കയ്യിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞത്. എന്താ പറയാ, നാളെ പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത്. അങ്ങനെ ടെക്നിക്ക് പഠിപ്പിച്ചതേ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് അവർക്ക് ഓർമ്മയില്ലായിട്ടല്ല, റിപ്പീറ്റഡ് ആയിട്ട് പറയാത്തത് കൊണ്ടാണ്. റിപ്പീറ്റഡ് ആയി പറയാൻ അന്ന് സാഹചര്യം കിട്ടിയില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടത്, അറിയേണ്ടത് വ്യക്തമായി റിപ്പീറ്റഡ് ആയി പറയാൻ പറ്റണം. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഒരു കാര്യം വ്യക്തമായി പ്രപഞ്ചത്തോട് പറഞ്ഞാൽ നാളെ അതേ കാര്യത്തിന് മറ്റൊരു രൂപത്തിലേക്കും പറയുക. ഇന്ന് പറയാണ്, എനിക്ക് 2025 ഡിസംബർ 30 എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടായതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 1 കോടി എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പ്രപഞ്ചത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ നാളെ മറ്റന്നാൾ പറയും 50 ലക്ഷം മതി, അത്രേ ആവുള്ളൂ എന്നെ കൊണ്ട്. ഡിസംബർ 25 50 ലക്ഷം അത്രയൊക്കെ ആവുള്ളൂ കേട്ടോ, പറ്റൂല കേട്ടോ, എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും പറയും, അല്ല, ദിനേശ് സാറിനെ ഇന്ന് കണ്ടു, കുറച്ചും കൂടി എനർജി ബൂസ്റ്റായി, വീണ്ടും 1 കോടിയിലേക്ക് എത്തിച്ചു. 2-3-ാമത്തെ ദിവസം ക്ലാസ്സിൽ വരാതെ വീണ്ടും പോകുമ്പോൾ അത് 25 ലക്ഷമായി കുറഞ്ഞു. ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഇതാണ് മോട്ടിവേഷന്റെ ഏറ്റവും വലിയ അപകടം. ഞാനിവിടെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ദിനേശ് സാറിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സന്തോഷമായി എന്ന് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, ഇല്ല, ഇവർക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നൽകുന്ന മോട്ടിവേഷൻ മാത്രമേ അവിടെ വർക്ക്ഔട്ട് ആയിട്ടുള്ളൂ. മോട്ടിവേഷൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മാത്രമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. മോട്ടിവേഷൻ ഒന്നിനും കൊള്ളാത്ത സാധനം, വെറും എന്താ പറയാ, നീർക്കുമിളയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ കൂടെ ഞാൻ ഇവിടുന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വിജയമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് താൽക്കാലികമായ ഒരു പുഷ് മാത്രമാണ്. ആ പുഷിൽ ഒന്ന് മുന്നോട്ട് പോകാം, പക്ഷേ യാന്ത്രികമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മിഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആവില്ല. അതുകൊണ്ട് മോട്ടിവേഷനെ വിചാരിച്ച് നിൽക്കരുത്, ആത്മാർത്ഥമായ പ്രവർത്തനത്തിൽ നിൽക്കൂ. കല്ല് മേടിക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ട്. അന്ന് കല്ല് കിട്ടാതിരിക്കുമ്പോഴും ടെൻഷൻ അടിച്ച് ഇപ്പോഴും കല്ല് ചോദിക്കുന്നു. കല്ലല്ല നിങ്ങൾക്ക് ആവശ്യം. ഇപ്പോ കല്ല് ചോദിച്ച ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾക്ക് കല്ല് എന്ന് ചോദിച്ചാൽ, സാറ് എന്തെങ്കിലും ചെയ്യാനാണെന്ന് പറയുകയാണെങ്കിൽ വേണ്ട, അതല്ല നിങ്ങൾക്ക് ആവശ്യം. അത് കല്ലിന്റെ മോട്ടിവേഷനാണ്, അതല്ല നിങ്ങൾക്ക് ആവശ്യം. ആവശ്യം വ്യക്തമായ ഉദ്ദേശം എന്താണ്, അത് കുറെ കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞ് ചെയ്യണം, മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞില്ലേ, ആത്മാർത്ഥമായ സറണ്ടറിങ് ചെയ്യണം. അതിനോട് പ്രപഞ്ചത്തോട് അങ്ങ് സറണ്ടർ ചെയ്ത് നിൽക്കണം. കണ്ടീഷൻസ് വെക്കാതെ സറണ്ടർ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം.
ജേണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത്, മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആരാണ് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ഞാൻ എന്നോട് പറയുന്ന എന്തൊക്കെ നെഗറ്റിവിറ്റികൾ ഞാൻ ഓരോ ദിവസവും പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, സെൽഫ് ലവ് എത്രത്തോളം എനിക്കുണ്ട്, എൻ്റെ ഇമോഷൻ, ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യണം. 2 വഴികളാണ് നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ് നമ്മൾ റെക്കോർഡിന് മുമ്പേ പറഞ്ഞ കാര്യമുണ്ടല്ലോ. മൗനം വിദ്വാനഭൂഷണമാണ്, വിഡ്ഢിക്ക് അലങ്കാരമാണ് എന്ന് നേരത്തെ സംസാരിച്ചത് വീണ്ടും കണക്ട് ചെയ്ത് പറയുന്നു. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിജയം, അതെ പെർമനന്റ് ആയിട്ടുള്ള വിജയമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ വിദ്വാനായി മാറണം എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കത് മൗനം ഭൂഷണമായി മാറും. വിദ്വാനായി മാറണമെങ്കിൽ അറിവ് സമ്പാദിക്കണം, പഠിക്കണം, ഇതിനെപ്പറ്റി എന്താണെന്നറിയണം. അപ്പോൾ നിങ്ങൾ അതായിത്തീരും. മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങൾ അതായിത്തീരും. കാരണം അവിടെ നിങ്ങൾക്ക് കണ്ടീഷൻസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ വഴി, താൽക്കാലികമായി ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിക്കും എന്ന ചിന്തയിൽ ലോട്ടറിയുടെ പിറകെ പോകുന്ന ചിന്തയാണ് ആവശ്യമെങ്കിൽ രണ്ടാമത് പറഞ്ഞത് അലങ്കാരമായി കൊണ്ടു നടക്കുക. അത് തൽക്കാലം ഒരു കൈ പിടിച്ചു, ഈ കാര്യം നേടി കഴിഞ്ഞു, ഇത് അലങ്കാരമാണ്. പക്ഷെ കല്ലുകൊണ്ട് എങ്ങനെ നേടാൻ പറ്റും, എന്തൊക്കെ നേടാൻ പറ്റും, ഏതൊക്കെ വഴികളൊക്കെ നേടാൻ പറ്റും, എന്തൊക്കെ എന്നിലോട് കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാക്കി, നേരത്തെ പറഞ്ഞില്ലേ മനു കൈ പിടിച്ചിട്ട് പോയ പോലെ ആ കല്ല് പിടിക്കുമ്പോൾ മനുവിന് ഫിസിക്കൽ ടെസ്റ്റ് പോലും പാസ്സാവാൻ പറ്റുമ്പോൾ മനുവിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസ്, ഈ കല്ലുകൊണ്ട്, ഞാൻ കല്ലുകൊണ്ട് എന്താ പഠിപ്പിച്ചത്, ആകെ സമ്പത്തിനെ പറ്റിയിട്ടോ ആരോഗ്യത്തെ പറ്റി മാത്രമാണ്. അപ്പൊ അത് മാത്രമാണ് ചിന്തിച്ചെങ്കിൽ മനുവിന് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ പഠിക്കണം, വിഡ്ഢിയായി മാറരുത്. ഒരു കാര്യം നേടി എന്ന് പറഞ്ഞ് നേടുന്നതല്ല, എന്നും നമ്മുടെ കയ്യിൽ അത് നിലനിർത്താൻ സാധിക്കുന്നതാണ് കഴിവ്. അപ്പോൾ ശരിക്കും അഫർമേഷൻസ് പോലുള്ള പ്രാക്ടീസുകൾ നിത്യജീവിതത്തിലാക്കി മാറ്റുക. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ രൂപത്തിൽ ഓരോ ആളെ മാറ്റി മാറ്റി വിളിച്ചു, ഒന്ന് പറയൂ, എന്താ അഫർമേഷൻ നോക്കാതെ പറയൂ എന്ന് പറയുന്നതിന് ഉദ്ദേശം ഇതാണ്. ഇത് അകത്ത് നിന്ന് വരണം. അകത്തു നിന്നും വരുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുത്തിയെടുക്കുമ്പോൾ ജീവിതം സക്സസ് ആയി മാറും. പഠിക്കുക, അറിയുക, അതിനെ പ്രായോഗികമാക്കി മാറ്റുക, എങ്കിൽ മാത്രമാണ് ജീവിതം മാറ്റും. അല്ലാതെ ഒരു മാജിക്കിനെയും നിങ്ങൾ പോക്കരുത്. ഞാൻ വേറൊരു കാര്യം ലളിതമായി പറയാം, ഒരു ദിവസം വ്യക്തമായ ക്ലാസ് പറയാം. നിങ്ങൾ ലോട്ടറി എടുത്തിട്ടേ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. അല്ലെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുണ്ടല്ലോ, അവരോട് പറയാം, നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കാരണം പ്രപഞ്ചത്തിന് നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ 1001 വഴികൾ ഉണ്ടാവാം. നിങ്ങൾക്കും പ്രപഞ്ചത്തിനും ഇടയിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ചെറുതും പ്രപഞ്ചത്തിന് അത്രയും വലിയ ബുദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എനിക്ക് ലോട്ടറി മാത്രം മതി എന്ന് പ്രപഞ്ചത്തോട് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ചെറിയ ബുദ്ധിയുള്ള ചെറിയ കാര്യമാണ്. നമുക്ക് എന്താണ് ആവശ്യം യഥാർത്ഥത്തിൽ അത് മാത്രം പറഞ്ഞാൽ മതി. ലോട്ടറി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് കാശ് തരാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എത്ര കാശ് വേണമെന്ന് പ്രപഞ്ചത്തോട് പറഞ്ഞാൽ മതി. 1001 വഴികളിലൂടെ നിങ്ങൾക്കത് സാധ്യമാകും. 1001 ഉദ്ദേശിച്ച 1001 അനന്തമായ വഴികളിലൂടെ നിങ്ങളിലേക്ക് വരും. പക്ഷെ എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ അത് ലോട്ടറിയിലേക്ക് മാത്രമായി ചുരുക്കുകയും മറ്റ് 1000 വഴികളെ അടക്കുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യത്തെ പറയുമ്പോൾ വ്യക്തമായിരിക്കണം. നമുക്ക് എവിടെ നിന്ന് വരുന്നു എന്നതല്ല, എന്റെ ആവശ്യം എന്താണ് എന്ന് മാത്രമാണ് പറയേണ്ടത്. വെള്ളം തരൂ എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്തിരിക്കുന്ന വെള്ളം എടുത്തു തരൂ എന്ന് പറയുന്നത് അബദ്ധം. എനിക്ക് വെള്ളം കിട്ടിയാൽ മതി, അല്ലെ, അത് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം അത് നമ്മുടെ അഹങ്കാരത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിനോട് പറയുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണ് അത് വ്യക്തമായി പറയുക. എവിടെന്ന്, എങ്ങനെ, എപ്പോൾ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ചോദ്യമേ അല്ല, നമ്മുടെ ആകാംക്ഷയല്ല. നമ്മൾ ആവശ്യമുള്ളത് ആവശ്യപ്പെടുക. ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായി പഠിപ്പിക്കുന്നത് ഒറ്റ വാക്കാണ്, ആസ്ക്. ചോദിക്കൂ, എന്താണ് വേണ്ടത്, വ്യക്തമായി ചോദിക്കൂ. നമ്മൾ ചോദിക്കുന്നുണ്ട്, അയ്യോ അത് കിട്ടിയിരുന്നെങ്കിലോ, എനിക്കത് കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. എന്താണ് കിട്ടുന്നത് എന്ന് ചോദിക്കാം.
വണ്ടി എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, സാറേ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു ഏത് വണ്ടിയാണ്? ഏത് വണ്ടിയായാലും കുഴപ്പമില്ല സാറേ, വണ്ടി മേടിക്കണം. സന്തോഷം, വണ്ടി മേടിച്ചു. എനിക്കൊരു വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി, ഏതായാലും സന്തോഷമായി. സുഖസുന്ദരമായി വണ്ടി മേടിച്ചു. എന്ത് വണ്ടി അയക്കുന്ന അറിയോ? പറയണ്ടല്ലോ അല്ലെ, വണ്ടിയല്ലേ മേടിക്കാൻ പറഞ്ഞുള്ളൂ. ഇന്നിപ്പോ കാളവണ്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയാനില്ല. ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി വാങ്ങി. എന്റെ പേരിൽ പണ്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ പറഞ്ഞു, ഒരാൾ എഴുതി വെച്ചതാണ്, എന്റെ പേരിൽ ഒരു വണ്ടി ഉള്ളതിന് നന്ദി, എന്റെ പേരിൽ ഒരു വണ്ടി ഉള്ളതിന് നന്ദി. അഫർമേഷൻ എഴുതിയതാ, എന്റെ പേരിൽ ഒരു വണ്ടി ഉള്ളതിന്. അല്ലെങ്കിൽ അങ്ങനെയാണ് എഴുതിയത്. ജൂലൈ 29 ജൂലൈ 25 2024 മുമ്പായി എന്റെ പേരിൽ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തതിന് നന്ദി. ഇവർ വണ്ടി വാങ്ങിക്കണം എന്നാണ് എഴുതാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ സത്യമായിട്ട് സംഭവിച്ചു, വണ്ടി അവരുടെ പേരിൽ രജിസ്റ്റർ ആയി. മറ്റവന്റെ വണ്ടിയാന്നേ ഉള്ളൂ. ഇവർ വാങ്ങിച്ചില്ല, വേറെ ആൾ വാങ്ങിച്ചിട്ട് ഇവരെ പേരിലേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ടെസ്റ്റിമോണിയൽ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ആരോ ഒരു വണ്ടി വാങ്ങിച്ചിട്ട്, ബന്ധുക്കൾ ആരോ വാങ്ങിച്ചിട്ട് ഇവരെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. സംഭവിച്ചതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന വണ്ടി, ഇന്ന കളർ വണ്ടി, ഇന്ന സമയത്ത് വാങ്ങിച്ചതിന് നന്ദി, ഞാൻ എനിക്ക് വേണ്ടി എന്ന് എഴുതിയിരുന്നെങ്കിൽ അവർക്ക് അത് സംഭവിക്കായിരുന്നു. ഇവർ വണ്ടി വേണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അത് വന്നു, അതിന്റെ വഴിക്ക് അത് മറ്റാൾ ഉപയോഗിച്ചു. തെറ്റൊന്നുമില്ല, പക്ഷെ വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് യൂസും കൂടി ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണെന്ന് വ്യക്തമായി യൂണിവേഴ്സിനോട് പറയുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് കൂടുതൽ പഠിക്കാൻ നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളത്തെ സാമ്പത്തിക ധ്യാനത്തിൽ സമ്പത്തിനെ പറ്റി പഠിപ്പിക്കല്ല, സെറ്റ് ചെയ്യിപ്പിച്ചു തരാൻ ഗോള് നിങ്ങളെ ഉദ്ദേശിച്ച ആഗ്രഹം എഴുതി വെച്ച് തരിക. അതിന്റെ ഇടയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സാർ, ഞാൻ ട്രാവലിംഗിലായിരിക്കും 25, 26, 21 ഗുജറാത്തിലെത്തും. അടുത്ത് കഴിഞ്ഞ യെസ് 26, 27 റെക്കോർഡിങ് ചെയ്താൽ മതി, റെക്കോർഡിങ് എടുത്താൽ മതി കേട്ടോ. വ്യക്തവും കൃത്യവുമായി ആഗ്രഹം എഴുതുക എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ. ക്ലാസ്സിൽ ഞാൻ എല്ലാവരും വീണ്ടും പറയുന്നു, സാമ്പത്തിക ധ്യാനത്തിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെള്ളിയാഴ്ച രാത്രി 10 മണിയൊക്കെയാണ് തുടങ്ങുന്നത്. 10 മണിക്കാണ് തുടങ്ങുന്നത്. 10 മണി തൊട്ട് 11 മണി വരെ, വെള്ളി, ശനി, ഞായർ 3 ദിവസം. ഓക്കെ. രണ്ടാമത്തെ നമ്മുടെ പുതിയ കോഴ്സിന്റെ കാര്യം, ജീവിത വിജയത്തിന്റെ രഹസ്യം. അത് മനസ്സിലാക്കണം. കുറേ ടെക്നിക്കുകൾ, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ മാറ്റപ്പെടുത്തിയെടുക്കണം. വെറുതെ ക്ലാസ് കേട്ടിട്ട് പോയിട്ട് സമയം വെറുതെ കളയരുത്. ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഈവൻ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കുള്ള റിക്വസ്റ്റ് ആണ്, യൂട്യൂബ് വീഡിയോ കാണുക, മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നും കുറേ കാര്യങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി വെച്ചുകൊള്ളുക, പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആർക്കും സംസാരിക്കാനുണ്ടോ? ഇല്ല. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ഷോർട്ടാക്കണം എന്ന് വിചാരിക്കും, പക്ഷെ പറഞ്ഞു വരുമ്പോൾ വീണ്ടും 1 മണിക്കൂറിൽ എത്തുന്നു. സർ പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ സർ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് എല്ലാ പോസിറ്റീവാണ്. എൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഒരു പൊതുവെ മനസ്സിനും എല്ലാം. എനിക്കിപ്പം കരച്ചിലൊന്നും വരുമൊന്നുമില്ല. നല്ല ബോൾഡ് ആയിട്ടുണ്ട് ഞാൻ. ഒത്തിരി എനിക്ക് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓ, സന്തോഷം. അത് പറയാനായിട്ടായിരുന്നു ഞാൻ. സന്തോഷം. നിങ്ങളുടെ കാര്യത്തിൽ വേറെ പ്രോഗ്രസും കൂടി നമ്മുടെ എഗ്രിമെന്റിന്റെ ആള് വന്നിട്ടില്ല സാർ. എഗ്രിമെന്റിന്റെ ആള് ഇതുവരെ വന്നിട്ടില്ല. വരും. ഓക്കെ, അടുത്ത സാർ, കുട്ടികളെ ക്ലാസ് എപ്പോഴാ തുടങ്ങുന്നേ? പറഞ്ഞു. സാമ്പത്തിക ധ്യാനത്തിന് ചേരണമെന്നുണ്ട്, പക്ഷെ സൺഡേയിലെ ക്ലാസ് എനിക്ക് കിട്ടണമെന്നാണ്. പക്ഷേ വർക്കല പോകേണ്ടി വരും. വർക്കലയിൽ പോകുന്നുണ്ട്. വർക്കലയിൽ മൊബൈലിലല്ലേ സാമ്പത്തിക ധ്യാനം വരുന്നത്?
മൊബൈലിലല്ലേ വരുന്നത്. ശരി സർ. അതെ, ആ മൊബൈൽ വർക്കിലെ കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോകാം. പിന്നെന്ത്? ഓക്കെ സർ. ഇതാണ് പറഞ്ഞത്. നോക്കൂ അനിത, ഇപ്പൊ ഇത്രയും ഞാനിവിടെ പറഞ്ഞ കാര്യം അതല്ലേ എന്ത് സാറേ, ഉദ്ദേശം എന്താ? അവിടെ വീട്ടിൽ പോകുമ്പോ അവരെല്ലാം എല്ലാവർക്കും ആ, വേറെ അല്ല, അവരുടെ ഓക്കെ, എന്നും ബുദ്ധിമുട്ട് ശരി വരും. അതുകൊണ്ട് ശരി ശരി. ഇപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ്? എനിക്ക് ക്ലാസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ പിന്നെ പോവാതിരുന്നൂടെ? അതാണ് എനിക്ക് ആഗ്രഹം. ആ പോണ്ട, അപ്പൊ അവിടെ ഇരിക്കും, വീട്ടിലിരിക്കും. താങ്ക് യു അടുത്ത സർ. ആഴ്ച പോവാം. ഓക്കെ. ഓക്കെ. ആ മിനി വത്സരാജ് എന്താ ചോദിച്ചത്? കുട്ടികളെ ക്ലാസ് എപ്പോഴാ തുടങ്ങുന്നത്? ഈ കുട്ടിയുടെ ആണോ? അല്ല, ഏത് മറ്റുള്ള കുട്ടിയുടെ? കുട്ടികൾക്ക് സാർ ക്ലാസ് കൊടുക്കുന്നത് എപ്പോഴാന്ന്? ഏത് കുട്ടിയുടെ? കുട്ടികൾക്ക് ക്ലാസ് വെക്കാന്ന് പറഞ്ഞില്ലേ? ചെറിയ കുട്ടികൾ ഏത് കുട്ടികളുടെയാണ്? ഏത് വയസ്സിന്റെ കുട്ടികളുടെയാണ്? 15 വയസ്സ് വരെയുള്ളത്. 15 വയസ്സ് വരെ കുട്ടികളുടെ ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസമായല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ അറിയാത്തത് ഇപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഏത് നോക്കിയില്ലല്ലോ. ടൈമാണ്? 5 മണി തൊട്ട് 7 മണി വരെ. ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അന്ന് ചോദിച്ചു, എവിടെ കാണേണ്ടത്? ഈ ഗ്രൂപ്പിലൊന്നും കണ്ടില്ല. എല്ലാ ഗ്രൂപ്പിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ വിഷയം. കൃത്യമായി എല്ലാ ഗ്രൂപ്പിലും ചേരൂ എന്ന് പറഞ്ഞിട്ട് ഇട്ടോണ്ടിരുന്നത്. ഞാൻ കണ്ടില്ല. എന്നാ പെട്ടെന്ന് ചേർത്തോ. രാധികനെ വിളിച്ചു പറഞ്ഞു. ഇത് സാർ അതല്ല, ഗൾഫിലുള്ള കുഴപ്പമില്ലല്ലോ. ആ ഗൾഫിലായാലും കുഴപ്പമൊന്നുമില്ല. ഗൾഫിലെ കുട്ടിക്കായാലും കുഴപ്പമൊന്നുമില്ല, ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ് എപ്പോഴാ സാർ തുടങ്ങുന്നത്? ഏതിന്റെ? ബിഗ് വാരിയേഴ്സിന്റെ ക്ലാസ്. ബിഗ് വാരിയേഴ്സിന്റെ അവിടെ ബിഗ് വാരിയേഴ്സ് വരട്ടെ. ആദ്യം ഈ ക്ലാസ് തുടങ്ങണം. അതിൽ ആൾക്കാർ ജോയിൻ ആവണ്ടേ? അതിൽ ആൾക്കാർ ജോയിൻ ആയിട്ടില്ല. ജോയിൻ ആയാലല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആരോ ചെയ്യാൻ തുടങ്ങണം ഇവിടെ. ആൾക്കാർ ഈ ബിഗ് ബാരിയേഴ്സിന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അവർ പിടിച്ചാൽ കിട്ടണില്ല എന്ന് പിള്ളേരെ. അത് വരുന്നില്ല, അവരെത്തിയില്ല, ആൾക്കാരെ കുറവാണ്. അത് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് തുടങ്ങും കേട്ടോ. പറഞ്ഞോട്ടെ. എനിക്കും പറയാനുണ്ട്. എല്ലാവർക്കും പറയണ്ടല്ലേ? അപ്പൊ നാളെ പറയാം നമുക്ക് എല്ലാവർക്കും. ഞാൻ പോട്ടെ. ഓക്കെ. ലീലമ്മ ഷാജി ഇല്ലല്ലോ, പോണ്ട. ലീലമ്മ ഷാജി പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം മ്യൂട്ട് ചെയ്യും. ലീലമ്മ ഷാജി പറഞ്ഞു. സാർ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഈ പേപ്പറിൽ സാറ് പറഞ്ഞത് തന്നെ എഴുതി തീരുകയും സാർ അത് പറയുകയും. എന്താണ് പറഞ്ഞത്? 2025 ജനുവരി ഡേറ്റ് പറഞ്ഞു, പൈസ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എഴുതി പേന അങ്ങോട്ട് വെക്കുകയും സാർ അത് തന്നെ പറഞ്ഞു. ഓ ശരി. കറക്റ്റ്. അതാണ്. ഒരു നെഗറ്റീവ് എനർജി ഉള്ള വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എടുക്കില്ല. എടുക്കില്ലേന്ന് ചോദിച്ചാൽ എടുക്കും. ലീപാമോൾ ചോദിച്ച ചോദ്യമാണ്, സാർ ഒരു നെഗറ്റീവ് എനർജി ഉള്ള വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പോസിറ്റീവ് വലിച്ചെടുക്കില്ലേ എന്ന്. അത് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലീപ. പഠിച്ചാൽ എടുക്കില്ല. അത് നമ്മൾ പ്രയോഗിച്ചാൽ നമ്മളെ അവർക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളത് പ്രയോഗിക്കാതെ പോയാൽ നമ്മളെ എടുക്കും. അടിക്ക് അന്തകനും പേടിക്കും എന്ന് പറയാറില്ല. അതുപോലത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ സെക്യൂറായി ചെയ്തില്ലെങ്കിൽ എവിടെയും നമ്മളും വീഴും. അത് എന്താണെന്നറിയോ, എളുപ്പത്തിൽ പറഞ്ഞുതരാം. പലപ്പോഴും നമ്മളെല്ലാം ദേവന്മാർ നമുക്ക് ഭയങ്കര കാര്യമല്ലേ. എല്ലാവരും നമ്മളെല്ലാം പറയുന്നത് ദേവന്മാരെല്ലാം ഐഡിയൽ ആണെന്നല്ലേ, ദൈവം അല്ലെ. എത്ര കഥകളുണ്ട് ദൈവങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടില്ലേ, അല്ലെങ്കിൽ അടി കിട്ടിയിട്ടില്ലേ. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ. അങ്ങനെ ഉണ്ട് കേട്ടോ, സംഭവിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് ഉണ്ട്. അത് പഠിക്കണം. അത് നമ്മുടെ മെഡിറ്റേഷനൊക്കെ, ഞാനതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ് മെഡിറ്റേഷൻ, തേർഡ് സ്റ്റേറ്റ് മെഡിറ്റേഷനിലൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ 1 മാസം കഴിയുമ്പോൾ നിർത്തി പോകുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും വരുന്നതുകൊണ്ട് അവരെ സ്റ്റേജ് 2ലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അവിടെ അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതെനിക്ക് തോന്നുന്നത്, ഞാനത് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ജീവിത വിജയത്തിന്റെ രഹസ്യത്തെ അത് ഇൻക്ലൂഡ് ചെയ്ത് തരാം. ആ കോഴ്സിൽ, ഇപ്പൊ ഒരു കോഴ്സിൽ ഞാനത് ചെയ്തിട്ടില്ല. ആ കോഴ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് തരാം തോന്നുന്നു. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അതൊന്ന് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ പോകുന്നതിന് മുമ്പായിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല.
അതല്ല സർ, എന്താണെന്നറിയോ, പോയി കഴിഞ്ഞിട്ട് നമുക്കത് 1-2 ദിവസമൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ പോയി. പിന്നീട് നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ എനർജി അങ്ങോട്ട് എടുത്താൽ അവര് പവർഫുൾ ആവുന്നു, നമ്മൾ ഡൗൺ ആവുന്നു. അങ്ങനെ വന്നപ്പോ നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആവുക ചെയ്തത്. എനിക്കത് ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതുണ്ട്, അത് സംഭവിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോ കോൺഫിഡൻസ് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത് ചോദ്യമാണ്. കോൺഫിഡൻസ് കൂട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ജേണി ടു ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്യുക. അവിടുന്ന് അവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സാമ്യനാഥൻ ചോദിച്ച ചോദ്യം വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലേ. സംശയം: തൃശ്ശൂർ ക്ലാസ്സിൽ ലഭിച്ച കല്ല്, വെളുത്ത കല്ല് സാമ്പത്തികം, ഇടത് കൈയിൽ വെച്ച് ഉറങ്ങുക. മറ്റു കാര്യങ്ങൾ കറുത്ത കല്ല് ഉപയോഗിക്കുമ്പോൾ വലത് കൈ വെച്ചാണ് ഉറങ്ങേണ്ടത്. ഒരേ സമയത്ത് രണ്ടും ചെയ്യണോ? ഒരേ സമയത്ത് രണ്ടും ചെയ്യുന്നത് ഉചിതമാണോ സ്വാമിനാഥ? ഒരേ സമയത്ത് രണ്ടും ചെയ്യാനല്ല, മറ്റൊരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് വലത് കൈയിലാണോ എന്നൊരു ഡൗട്ട് മാത്രം. ഇല്ല, അങ്ങനെ ഏത് കയ്യിൽ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല അല്ലേ, അങ്ങനെ പറഞ്ഞിരുന്നോ എന്നൊരു തോന്നിയതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്താണ്. പിടിക്കണമെന്നില്ല. യെസ് സർ. അതിപ്പോ ഒരേ കൈ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കൈ കഴിയില്ലേ, അപ്പൊ മറ്റേ കൈയിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ സർ, ക്ലിയർ. കുഴപ്പമില്ല. കല്ലിട്ടാൻ എന്താ ചെയ്യേണ്ടത് സർ? ആണ് സാന്ദ്രത കൂടുതൽ എന്നനുസരിച്ച് അനുഭവം. അല്ല, ഏത് എനർജിക്കാണ് സാന്ദ്രത കൂടുതൽ എന്നത് നമ്മുടെ വിഷയമല്ല ജിത. അങ്ങനെ മറുപടി കൊടുക്കരുത്. നമ്മളിൽ പോസിറ്റീവ് ആണില്ലെങ്കിൽ നെഗറ്റീവ് സക്ക് ചെയ്തെടുക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ടിങ് കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. റെക്കോർഡിംഗ് ഉണ്ടാവും നാളെ യൂട്യൂബ്. ഓക്കെ. അനന്തുവിന്റെ എക്സാം, അനന്തുവിന് എല്ലാവിധ ആശംസകളും എപ്പോഴും ഉണ്ട്. അനന്തു അന്ന് എന്നോട് സംസാരിച്ച ശേഷം അനന്തുവിന് എന്നും ആ ബ്ലെസ്സിങ് ഉണ്ട്. നോൺ വറി, അവൻ ബെസ്റ്റ് ആയിട്ട് വരും. സാർ ലേഖയാ സംസാരിക്കുന്നത്. ലേഖയാ സാറേ. ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമായി സാറേ. ഒരുപാട് സാറിനോട് ക്ലാസ്സിലുണ്ട്, ഞാൻ ക്ലാസ്സിലുണ്ട് എങ്കിലും നേരത്തെ തൊട്ട് ഞാൻ യൂട്യൂബ് കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങളാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക്സ് സാറേ. ഒരുപാട് മാറ്റം ഉണ്ടാവണം. ഉണ്ടാവുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഗുജറാത്തുണ്ട് സർ. കല്ല് കിട്ടാൻ വേണ്ടി കൊണ്ട് എന്താ ചെയ്യേണ്ടത് സർ? കല്ല് കിട്ടിയിട്ട് എന്ത് ചെയ്യാനപ്പോ? എന്തിനാണ് കല്ല്? എന്തിനാണ് ഈ കല്ല്? ഞാൻ ചോദിക്കുന്ന കല്ല് എന്തിനെന്ന് പറ. ഏത് കല്ലാന്ന് പറ. കല്ല് കിട്ടാൻ കല്ല് അവിടെ നിങ്ങളുടെ തൊടിയിലും ഉണ്ടാവും കല്ല്. അതെന്താണ്, എന്തിന്റെ കല്ലാന്ന് പറയണേ, എന്ത് ആവശ്യത്തിന്? തൃശ്ശൂർ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുത്ത ടെക്നിക്കൽ കല്ലാണ്. ആ കല്ലാണെങ്കിൽ ഇനി ആ കല്ല് വന്നിട്ട് തന്നെയാണോ പുതിയ സ്റ്റോക്ക്? അന്ന് 350 ഉള്ളത് 350 ആൾക്കാർ കൊണ്ടുപോയി. ഇനി പുതിയ കല്ല് വാങ്ങിച്ചിട്ടാണ്. പുതിയ പുതിയ കല്ല് മെഡിറ്റേഷൻ പുതിയ തുടങ്ങുന്നുണ്ട്, സ്റ്റോൺ മെഡിറ്റേഷൻ. അതിനുള്ള കല്ലാണെങ്കിൽ അത് വന്നിട്ട് ഹീൽ ചെയ്ത് വെച്ചിട്ടാ വന്നത് ഞാൻ. പക്ഷെ അത് ആ കോഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. അതല്ല വെറുതെയുള്ള മറ്റൊരു കല്ലാണ് പറയുന്നതെങ്കിൽ, പണ്ട് യൂട്യൂബിൽ പറഞ്ഞ വീഡിയോക്കുള്ള കല്ലാണെങ്കിൽ അത് നിങ്ങൾക്ക് നാടൻ കല്ല് ഉപയോഗിക്കാം. ഇത് ഏതാണെന്ന് പറഞ്ഞാലേ നമുക്ക് കല്ല് കിട്ടുള്ളൂ. അല്ലേ? നിങ്ങൾക്ക് കല്ല് എന്തിനാണെന്ന് അറിയാതെ ചിലപ്പോൾ എറിയാനാണെങ്കിൽ ആ കല്ല് എവിടെ ഇരിക്കുന്നു പറയുന്നതല്ലേ ഏറ്റവും ഉചിതം. എന്താന്ന് എനിക്ക് അറിയണ്ടേ, എന്നാലേ പറയാം. ഓക്കെ. സാറിന്റെ ഈ സ്റ്റോൺ മെത്തേഡ് പറയാൻ തുടങ്ങിയപ്പോഴേ എല്ലാരും കല്ലന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായി ചോദിക്കുന്നത്. അല്ല, അത് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ചോദിച്ചു എന്ത് കല്ലാന്ന് ചോദിക്കുന്നത് കൊണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞ ക്ലാസ്സിൽ കല്ലിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കുറച്ച് വെയിറ്റ് ചെയ്യും, ഞാൻ കല്ല് അയച്ചു തരാം. കല്ല് ഹീൽ ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ പ്രോസസ് ഉണ്ട്. ഹീൽ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കല്ല് നാട്ടിൽ വരുമ്പോ 11 21 ദിവസം 2 പ്രക്രിയകളിലൂടെ കടന്നു പോയാൽ അത് ഹീൽ ആവുള്ളൂ. കല്ല് ഹീൽ ചെയ്തിട്ട് കിട്ടിയാലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. ആദ്യത്തെ ചെറിയ ടെക്നിക്കുകൾ ചെയ്യാൻ നമ്മൾ സാധാരണ കല്ലുകൾ മതി. പക്ഷെ ഫുൾ എനർജി വേണ്ട, മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കല്ലാണെങ്കിൽ അത് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്ത് കല്ല് വേണം. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഒന്നിക്കിൽ ചിലപ്പോ ഇതിപ്പോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി 21 ദിവസം കഴിയാതെ 11 ദിവസം 21 ദിവസം കഴിയാതെ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കല്ലിനെ പറ്റി പറയാത്തത്. അത് സാമ്പത്തിക ധ്യാനത്തിന് സ്റ്റോൺ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള കല്ലാണ് തരുന്നത്. മറ്റു കല്ലുകൾ, ഇനി തൃശ്ശൂർ പോലത്തെ കല്ലുകൾ ഇന്ന് എൻ്റെ കയ്യിലില്ല. അത് ഓൾറെഡി അന്ന് തന്നെ വാങ്ങിച്ച് ഹീൽ ചെയ്ത് അന്ന് എനർജൈസ് ചെയ്ത കല്ലിന് അന്ന് തന്നെ കൊടുത്തു തീർത്തു.
അത് ഞാൻ അതിനു മുമ്പ് ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ പോയപ്പോ പലവട്ടം ഞാൻ പറഞ്ഞിരുന്നു, അന്നൊരു സർപ്രൈസ് ഉണ്ടാവും നിങ്ങൾക്ക്, അന്ന് എവിടെ പിന്നെ ഒരിക്കലും കിട്ടാത്തൊരു സാധനം അന്ന് അവിടെ ഉണ്ടാകും. പലവട്ടം ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അത് വീണ്ടും നിങ്ങൾക്ക് പബ്ലിക്കിൽ തന്ന പിന്നെ അവിടെ വന്നവരോട് ഞാൻ ചെയ്യുന്നത് ശരിയല്ലോ. അവരത് കണ്ടിട്ടല്ലേ വന്നത്. അതിന് അടുത്ത പരിപാടിക്ക് നമുക്ക് അടുത്ത ഒരു സാധനം കൊണ്ടുവരാം കേട്ടോ. ഹലോ സാർ, കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു. സാർ, സാറിന്റെ വീഡിയോ കേട്ടതിന് ശേഷം കേൾക്കാമോ സാർ? കേൾക്കാം. ഓക്കെ. ഞാനൊക്കെ മറന്നു കിടന്ന, അതായത് മമ്മിക്കൊരു 12,500 രൂപ ഞാൻ ഒരു ഇൻഷുറൻസിന് വേണ്ടി അടച്ചിരുന്നു. അതൊക്കെ ഞാൻ മറന്നു പോയിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് കിട്ടി. അത് കൂടാതെ എനിക്ക് അധികം പൈസ ഒന്നുമല്ല, 5 രൂപ 2 രൂപ ഇങ്ങനെയൊക്കെ ഉള്ളത് ബസ്സിൽ കിടന്ന് വഴി കിടന്ന് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നു. നേരത്തെ ഒക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന പൈസ ഞാൻ ഒന്നിലെ പള്ളിയിലിടും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭിക്ഷക്കാർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാന്ന്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബാലൻസ് തരൂലേ, ബാലൻസ് തരുന്ന പൈസ ചിലപ്പോൾ കൂടുതലായിട്ട് എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ. അതിപ്പോ എന്ത് ചെയ്യണം സാർ? ഒരു കുടം മേടിക്കുക. കാര്യമായിട്ട് പറഞ്ഞു, ഒരു കുടം മേടിക്കുക, ഇട്ടുവെക്കുക. ഓക്കെ, കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ എപ്പോഴും ആ കുടത്തിലും ഇട്ട് വെക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു സാർ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞു കേട്ടോ സാറേ, ഞാൻ ജോലിയുടെ ഒരു കാര്യത്തിനായിരുന്നു കേട്ടോ. ആ ജോലി അത് യൂണിയൻകാർ ആയിട്ട് കൊടുത്ത, യൂണിയൻ അല്ലേ, ഏജൻസിക്കാർക്ക്. അപ്പൊ അവരാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത് ആ ഹോസ്പിറ്റലിലെ. അപ്പൊ ഞാൻ അത്രയും വർഷം ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഞാൻ അന്ന് ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഗ്യാപ്പിലായിരുന്നു ഈ മാനവന്റെ മാറ്റം വരുന്നത്. അപ്പൊ ബാക്കി ഞാൻ എന്നിട്ട് അവർ പറഞ്ഞനുസരിച്ച് ഞാൻ ബയോഡേറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. എൻ്റെ പഴയ നേരത്തെ ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും അതും ഇതെല്ലാം കൊണ്ട് കൊടുത്തു. അപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ നിലവിലുള്ള സ്റ്റാഫുകളുടെ ലിസ്റ്റ് എല്ലാം കൂടെ ഞാൻ പഴയ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ലീവിലായതിന്റെ പേരിൽ എന്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനത് ഒരുപാട് സംസാരിച്ചു. ഇപ്പം പറഞ്ഞു നോക്കട്ടെ, നമുക്ക് പറയാം നോക്കട്ടെ. അവര് GDA പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അത് പഠിച്ച പിള്ളേരെയാണ് പുതിയതായിട്ട് എടുക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ആളല്ല, ഞാൻ പഴയ ആളുകൊണ്ട് ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഓപ്പറേഷൻ ഉള്ളതിന്റെ പേരിലാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. എന്നിട്ട് 2.5 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഈ ക്ലാസ്സിൽ പറഞ്ഞു തീരും, അടുത്ത ക്ലാസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യൂ? അല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സാറേ പറയുന്നത്. പ്രധാനമായിട്ട് ഞാൻ പറയുക, പ്രധാനപ്പെട്ട കാര്യം ഇത്ര ലെങ്ത് ഇല്ല, ഷോർട്ടായിട്ട് പറയാം. എന്താ സംഭവിച്ചത്? ഷോർട്ടായിട്ട് പറയുക. എന്നിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പോഴും ഇന്നും കണ്ടപ്പോ ഞാൻ എല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പറയുന്നത്, ഇപ്പം അവര് പഠിച്ചവരെയാണ് എടുക്കുന്നത്. ഇപ്പൊ പഴയ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പഴയ ആളല്ല, ഞാൻ പുതിയ ആളല്ല, ഞാൻ പഴയ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കാര്യത്തിൽ നിങ്ങൾ പരിഗണിക്കണം. എനിക്ക് ജോലിയാണ്, ഈ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയും കൂടാണ്. നിങ്ങൾ ആ ഒരു കൺസെഷൻ വെച്ച് നിങ്ങൾ എന്നെ ഒഴിവാക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടാ അത് നമുക്ക് നോക്കാം, ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ നോക്കാം എന്ന് പറയുന്നുള്ളൂ. അതിനെന്താ എനിക്ക് ജോലി കിട്ടണം സാറേ. ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലായത്. എന്റെ ആഗ്രഹമാണ്, ഭയങ്കര എന്റെ ഏറ്റവും വലിയൊരു ഇതാണ് എനിക്ക് ആ ഹോസ്പിറ്റൽ വർക്ക് എന്ന് പറയുന്നത്. കൈവിട്ട് പോകരുത്. നോക്കൂ സജീവേ, ഞാൻ സജീവ് ഇപ്പൊ 5-6 മാസമായി ഈ ക്ലാസ്സിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇനി സംസാരിക്കരുത്, മ്യൂട്ട് ചെയ്ത് കേൾക്കുക, ഞാൻ പറഞ്ഞു കേട്ടോ. അൺമ്യൂട്ട് ചെയ്യൂടെ? ഞാൻ സ്ഥിരമായിട്ട് ഏത് സമയം എല്ലാ ക്ലാസ്സുകളും സജീവിനെ പരാമർശിച്ച് പോകാറുമുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സജീവ് എന്താണോ ഇപ്പൊ ഇത്രയും ദിവസം നിന്നിൽ സജീവ് എന്ത് പ്രാക്ടീസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ചെയ്തത് എന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക. സജീവ് ക്ലാസ് കേട്ടിട്ട് പോകുന്നതല്ലാതെ കണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഏത് പ്രാക്ടീസാണ് നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. ഈവൺ ഒരു മെഡിറ്റേഷൻ ഈ കഴിഞ്ഞ 5 മാസക്കാലത്ത് കണ്ടിന്യൂസ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൊടുത്ത മെഡിറ്റേഷൻ എങ്കിലും സജീവ് നിത്യമായി രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അഫർമേഷൻ നിത്യമായി പ്രാക്ടീസ് ചെയ്യാറ്? കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു മെഡിറ്റേഷൻ 2020-ലോ
മെഡിറ്റേഷൻ ചേർന്നു. അന്ന് പിറ്റേ ദിവസം സജീവന് റിസൾട്ടും കിട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നത് കൊണ്ടോ എന്റെ യൂട്യൂബ് വീഡിയോ കണ്ടത് കൊണ്ടോ അല്ല മാറ്റം ഉണ്ടാവുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ സജീവിന് ആദ്യം സംസാരിച്ച ദിവസം സജീവിനോട് പറഞ്ഞാണ്, സജീവ് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വ്യക്തത ഉണ്ടാക്കൂ. എന്നിട്ട് അതിനകത്ത് നിന്ന് പറഞ്ഞ് ശീലിക്കൂ. നമ്മൾ ശീലമില്ലാത്തത് ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടെ വന്നത്. അത് ശീലിപ്പിച്ചെടുക്കൂ. സ്വന്തം പറഞ്ഞു നോക്കൂ, സ്വന്തം പറഞ്ഞ് കേട്ട് നോക്കൂ. എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. എന്നിട്ട് മറ്റുള്ളവന് പോകുമ്പോൾ അവന് മനസ്സിലാവും. ഇത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ മീറ്റിംഗ് പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സജീവിന്റെ പരാജയം സജീവ് പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ള. ഇത് എന്തുകൊണ്ടെന്ന് ഞാനത് പറയുന്നത് വെച്ചാൽ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാവരും മുമ്പിൽ പറയാണ്, സജീവിന് ഉദാഹരണമായിട്ട് മാത്രം പറയണു, സജീവിന് മാത്രമല്ല ഈ പറയണു കേട്ടോ. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് പോലും വ്യക്തതയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് എങ്ങനെ വ്യക്തത വരും? അല്ലേ ഇത്രയും സമയം ഞാൻ ക്ലാസ് എടുത്തത്. നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് എങ്ങനെ വ്യക്തത വരും? അപ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചം നിങ്ങൾക്കത് നൽകുക? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ സജീവ് പറഞ്ഞതിന്റെ ഏറ്റവും ചുരുക്കം എന്താ, എനിക്ക് ആ ജോലി വേണം സാറേ, കിട്ടണം. പക്ഷെ പോയ വഴികൾ ഏതൊക്കെയാ? ഇതെങ്ങനെയാ ലഭിക്കുക? ഒരു കാര്യം ചെയ്യും എന്റെ പ്രിയ സുഹൃത്തെ, ആത്മാർത്ഥമായി ഇരുന്നിട്ട് നിങ്ങൾക്കുള്ള കുറവ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കൂ. നിങ്ങൾ പറയുന്നത് വ്യക്തമാകുന്നില്ല എന്നുള്ള നിങ്ങളുടെ ഒരു കുറവാണ്. എന്ന് വെച്ചാൽ അതില്ല, ഒരു അവസ്ഥ, എന്താ പറയാ, മാറ്റാൻ പറ്റാത്ത അവസ്ഥയൊന്നുമല്ല. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ നിങ്ങൾ ശ്രമിക്കുന്നത് പോരാ. നിങ്ങൾ പറയാൻ പോകുന്ന സാധനത്തെ നിങ്ങൾ എഴുതി തയ്യാറാക്കൂ. എന്നിട്ട് വോയിസ് റെക്കോർഡർ ചെയ്ത് റെക്കോർഡ് ചെയ്യൂ. എന്നിട്ട് കേൾക്കൂ, പിന്നെയും കേൾക്കൂ, എന്നിട്ട് വീണ്ടും എഴുതി തയ്യാറാക്കൂ. പിന്നെ ഇങ്ങനെയാണ് ഞാനൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന ഞാൻ മാറ്റപ്പെടുത്തിയത്. ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും ആളല്ല. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാവുന്നൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല. ഈവൻ യൂണിവേഴ്സിന് മനസ്സിലാകുമ്പോൾ പിന്നെ ആർക്ക് സഹായിക്കാൻ പറ്റും? അപ്പൊ യൂണിവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ദയവ് ചെയ്ത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, മാറ്റാൻ നോക്കുക, എന്നിട്ട് സംസാരിച്ചാൽ മതി. കാരണം അത് വ്യക്തമാക്കാൻ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വായിക്കുക. ഇതൊന്നും ശീലങ്ങളില്ല. വാക്കുകൾ എങ്ങനെ വേണം, എവിടെ എപ്പോൾ പറയണം എന്നൊന്നും അറിയാതിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് അത് എടുക്കണം കേട്ടോ. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചു നോക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ആത്മാർത്ഥമായി മാറ്റമുണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.